نبينا محمد وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الناس قد جاءتكم موعظة من ربكم وشفاء لما في الصدور وهدى ورحمة للمؤمنين قل بفضل الله وبرحمته فبذلك فليفرحوا هو خير مما يجمعون. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, ഇൻഷാ അല്ലാ നമ്മൾ വളരെ പ്രധാനപ്പെട്ട, നമ്മുടെ ജീവിതത്തെ വളരെയധികം സ്വാധീനിക്കുന്ന ഒരു ദർസിന് അല്ലെങ്കിൽ ഒരു ക്ലാസ്സിന് തുടക്കം കുറിക്കാനാണ് ഈ റമദാനിൽ ഉദ്ദേശിക്കുന്നത് ഇൻഷാ അല്ലാ. ഈ ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് എന്ന് ചുരുക്കി തുടക്കത്തിൽ പറയാം ഇൻഷാ അല്ലാ. അതിനുശേഷം നമുക്ക് പെട്ടെന്ന് ക്ലാസ്സുകളിലേക്ക് കടക്കാം. യഥാർത്ഥത്തിൽ പരിശുദ്ധ ഖുർആനിന്റെ വിശദമായ തഫ്സീറുകളും അതിൻ്റെ ക്ലാസ്സുകളും നമ്മുടെ ഭാഷയിൽ മലയാളത്തിലും ഇംഗ്ലീഷിലും ഒക്കെ ലഭ്യമാണ്. അതുപോലെ തന്നെ അറബിയിൽ പ്രത്യേകിച്ച് ധാരാളം ലഭ്യമാണ്. എന്നാൽ നമ്മൾ ഈ ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇൻഷാ അല്ലാഹ് ബിഇദ്നില്ലാഹ് മൊത്തത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലെ ഓരോ സൂറത്തുകളിൽ എന്താണ് ഉദ്ദേശിക്കുന്നത്, ഓരോ സൂറത്തിൻ്റെയും സംക്ഷിപ്തമായ ചുരുങ്ങിയ ആശയങ്ങൾ, ഓരോ സംഭവങ്ങൾ, ഓരോ ചരിത്ര സംഭവങ്ങൾ, അതുപോലെ തന്നെ പരിശുദ്ധ ഖുർആനിൽ പരാമർശിച്ചിട്ടുള്ള വ്യത്യസ്തങ്ങളായ കാര്യങ്ങൾ, അത് എന്തുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അതിൻ്റെ ചുരുക്കിയ അർത്ഥം, ആശയം, ഇതൊക്കെയാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ ചർച്ച ചെയ്യാൻ, പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 3 രൂപത്തിലായിരിക്കും നമ്മുടെ ക്ലാസ് ഉണ്ടാവുക ഇൻഷാ അല്ലാഹ്. അതായത് 3 ലെവലായിട്ടായിരിക്കും ഉണ്ടാവുക. ഖുർആനിൻ്റെ ഒരു പോർഷൻ എടുക്കും, ഒരു ഭാഗം എടുക്കുമ്പോൾ ആ ഭാഗത്തിൻ്റെ ആദ്യം ആ ഭാഗത്ത് ഉൾക്കൊള്ളുന്ന ആയത്തുകളുടെ അർത്ഥം ജസ്റ്റ് നമ്മൾ പറഞ്ഞു പോകും. അതായത് അതിൻ്റെ അർത്ഥം മൊത്തത്തിൽ ഇങ്ങനെ ആയത്തിൻ്റെ അർത്ഥം പറഞ്ഞു പോകും. ഇപ്പോൾ ഒരു 10 ആയത്താണ് എടുക്കുന്നെങ്കിൽ ആ 10 ആയത്തിൻ്റെ അർത്ഥം നമ്മൾ ഓരോ ആയത്ത് ഓതി അതിൻ്റെ അർത്ഥം പറയും. രണ്ടാമത്തേത്, ഓരോ സൂറത്തിനും അതുപോലെ തന്നെ ഖുർആനിൽ ഓരോ സംഭവങ്ങളും ഓരോ വിഷയങ്ങളും അള്ളാഹു ഓരോ സൂറത്തുകളിൽ കൊണ്ടുവരുന്നതും അതിൻ്റെ പിന്നിലൊക്കെ വലിയ രഹസ്യങ്ങൾ ഉണ്ട്, വലിയ കാരണങ്ങളുണ്ട്. അപ്പം ആ കാരണങ്ങൾ എന്താണ്, അതിൻ്റെ എന്തുകൊണ്ട് അള്ളാഹു, ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ആദം അലൈഹിസ്സലാമിൻ്റെ കഥ, എന്തുകൊണ്ട് ആദം അലൈഹിസ്സലാമിൻ്റെ കഥ അള്ളാഹു സൂറത്തു ബഖറയിൽ പറഞ്ഞു, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് സൂറത്തു ഫാത്തിഹ തുടക്കത്തിൽ വന്നത്, എന്നിങ്ങനെയുള്ള പരിശുദ്ധ ഖുർആനിൻ്റെ മഖാസിദുകൾ, ഓരോ സൂറത്തിൻ്റെയും അവതരണ ലക്ഷ്യങ്ങൾ, അല്ലെങ്കിൽ ഓരോ സൂറത്തിൻ്റെയും മൊത്തത്തിലുള്ള ലക്ഷ്യങ്ങളും ഉള്ളടക്കങ്ങളും ഒക്കെ വിശദീകരിക്കുന്നതായിരിക്കും രണ്ടാമത്തെ ലെവൽ. മൂന്നാമത്തേത്, നമ്മൾ ഇൻഷാ അല്ലാഹ് ഏത് ഭാഗമാണോ നമ്മൾ അർത്ഥം മനസ്സിലാക്കിയത്, ഒന്ന് ജസ്റ്റ് വായിച്ചു നോക്കിയിട്ടുള്ളത്, അത് നമ്മളൊന്ന് കേൾക്കുക എന്നുള്ളതാണ്. ഒരു ഖിറാഅത്ത് വെച്ചിട്ട് നമ്മളത് കേൾക്കുക എന്നുള്ളതാണ് മൂന്നാമത്തെ ഭാഗം ഇൻഷാ അല്ലാഹ്. വബില്ലാഹി തൗഫീഖ്. അപ്പോൾ സഹോദരങ്ങളെ, നമ്മൾ ഇൻഷാ അല്ലാഹ് വിഷയത്തിലേക്ക് അല്ലെങ്കിൽ ക്ലാസ്സിലേക്ക് കടക്കാൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഞാൻ ഇതിനെ പ്രധാനമായി അവലംബിക്കുന്നത് ഒന്ന്, ഈ ഓരോ സൂറത്തുകളുടെയും ആയത്തുകളുടെയും ഒക്കെ ലക്ഷ്യങ്ങളും, അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതിൻ്റെ മഖാസിദുകളും മുനാസബാത്തും ഒക്കെ വിശദീകരിക്കാൻ വേണ്ടി ഞാൻ അവലംബിക്കുന്നത് UAE-യിലുള്ള പ്രസിദ്ധനായ ഷെയ്ഖ് ഖാലിദ് ഇസ്മായിൽ ഹഫിദഹുല്ല അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രഭാഷണങ്ങൾ, അതിൻ്റെ തഫ്രീഖ്, അതായത് അത് എഴുതി ലഭിച്ചിട്ടുള്ളതാണ് ഞാൻ അവലംബിക്കുന്നത്. അതുപോലെ തന്നെ അർത്ഥം പറയാൻ വേണ്ടി സ്വാഭാവികമായി മലയാളത്തിൽ അർത്ഥം പറയേണ്ടത് കൊണ്ട്
പിന്നെ മലയാളം പരിഭാഷ, അതായത് പിന്നെ കുഞ്ഞു മുഹമ്മദ് മദനി പറപ്പൂർ എഴുതിയിട്ടുള്ള മലയാളം പരിഭാഷയും അതോടൊപ്പം എന്താണ് മുഹമ്മദ് നസീബ് റിഫായി റഹിമഹുല്ല എഴുതിയിട്ടുള്ള ഖുർആനിൻ്റെ, അതായത് തഫ്സീർ ബിൻ കസീറിനൊക്കെ മുഖ്തസറായിട്ട് ചുരുക്കി, തഫ്സീർ ബിൻ കസീറിനെ ചുരുക്കി തഫ്സീർ ഇറക്കിയ പണ്ഡിതനാണ്. അപ്പം അദ്ദേഹം എഴുതിയിട്ടുള്ള തഫ്സീറുൽ വാദിഹ് അലാ നഹ്ജി സലഫി സാലിഹ് എന്ന കിതാബാണ് ഇൻഷാ അല്ലാഹ് ചെറിയ രീതിയിൽ അർത്ഥം പറയാൻ ഞാൻ അവലംബിക്കുന്നത് ബിഇദ്നില്ലാഹ്. അപ്പോൾ എല്ലാ ഭാഗത്തും ഈ തഫ്സീറുകളൊക്കെ ഉൾക്കൊള്ളിക്കും എന്ന് നിങ്ങൾ വിചാരിക്കരുത്. അപ്പോൾ ഒരുപാട് സമയം പോകും. ആവശ്യമുണ്ട് എന്ന് തോന്നുന്ന ഭാഗങ്ങളിലാണ് ഈ തഫ്സീറുകൾ ഞാൻ എന്ത് ചെയ്യുക, ഇൻഷാ അല്ലാഹ് ഉൾക്കൊള്ളിക്കുക ബിഇദ്നില്ലാഹ്. അപ്പോൾ സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആൻ അവതരിച്ച ഒരു മാസത്തിൽ ജീവിക്കാനും ഇബാദത്തിൽ മുഴുകാനും ഒക്കെ നമുക്ക് തൗഫീഖ് നൽകിയിരിക്കുകയാണ്. മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത് ധാരാളം സമ്പത്ത്, പണം കുമിഞ്ഞുകൂടി മദീനയിലേക്ക് കൊണ്ടുവന്നു. അതായത് ഇസ്ലാമിക രാഷ്ട്രത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ താമസിക്കുന്ന ആളുകളിൽ നിന്ന് പിരിച്ചെടുത്തിട്ടുള്ള, പ്രത്യേകിച്ച് കാഫറുകളുടെ, സത്യനിഷേധികളുടെ അടുക്കൽ നിന്ന് പിരിച്ചിട്ടുള്ള ഗനീമത്ത് സ്വത്തുക്കൾ, അതുപോലെ തന്നെ ജിസിയ, നികുതിപ്പണം, ഈ പണമൊക്കെ, സമ്പത്തൊക്കെ വലിയൊരു കൂമ്പാരമായി മദീനയിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഖിലാഫത്താണ്, ഉമർ അള്ളാഹാണെന്ന ഖലീഫ. അങ്ങനെ വലിയ സമ്പത്ത് കുമിഞ്ഞുകൂടിയത് കണ്ടപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഖാദിം, അവിടുത്തെ സേവകൻ, അദ്ദേഹം പറഞ്ഞു, യാ അമീറുൽ മുഅ്മിനീൻ ഹാദാ ഫദ്ലുല്ലാഹി വറഹ്മതിഹി. അമീറുൽ മുഅ്മിനീൻ, ഇത് നിങ്ങൾ കണ്ടോ, അള്ളാഹുവിൻ്റെ വലിയ ഔദാര്യം, അള്ളാഹുവിൻ്റെ വലിയ റഹ്മത്താണ് ഈ വന്നിട്ടുള്ളത് എന്ന് അദ്ദേഹം പറയാണ്. അപ്പോൾ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, കദബ്ത, അല്ല, നീ പറഞ്ഞത് കളവാണ്. അതായത് ഈ ദുനിയാവിൻ്റെ ഈ വലിയ സമ്പത്ത് കുമിഞ്ഞു കൂടപ്പെട്ടത് അള്ളാഹുവിൻ്റെ റഹ്മത്തും അള്ളാഹുവിൻ്റെ കാരുണ്യവും ഔദാര്യവുമാണ് എന്ന് നീ പറഞ്ഞത് കളവാണ്, അത് തെറ്റാണ്. അതായത് കളവാണ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നീ പറഞ്ഞത് തെറ്റാണ് എന്ന അർത്ഥത്തിലാണ്. യഥാർത്ഥത്തിൽ ദുനിയാവിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല സമ്പത്ത് നൽകുന്നത്, അല്ലെങ്കിൽ പിന്നെ ദുനിയാവിൽ എന്തെങ്കിലും നിഅമത്തുകൾ നൽകുന്നത്, അത് അള്ളാഹുവിൻ്റെ ഫദ്ൽ തന്നെയാണ്, അള്ളാഹുവിൻ്റെ ഔദാര്യം തന്നെയാണ്, സംശയമില്ല. അത് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുക്കും സംശയമില്ലാത്ത കാര്യമാണ്. പക്ഷെ ഇവിടെ എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? ഇവിടെ അങ്ങനെ പറഞ്ഞിട്ടുള്ളത് പിന്നെ എന്തുകൊണ്ടാണ്? അതായത് യഥാർത്ഥത്തിലുള്ള അള്ളാഹുവിൻ്റെ ഫദ്ല്, നിഅമത്ത്, അത് ഈ ദുനിയാവിലെ സമ്പത്തോ സ്വത്തോ ഒന്നുമല്ല. മറിച്ച് എന്താണ് എന്ന് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറയാണ്, ഫദ്ലുല്ലാഹി വറഹ്മതിഹി അൽ ഖുർആൻ. ഫദ്ലുല്ലാഹി വറഹ്മതിഹി അൽ ഖുർആൻ. അള്ളാഹുവിൻ്റെ ഫദ്ല് എന്നതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്, അള്ളാഹുവിൻ്റെ ഔദാര്യം, അള്ളാഹുവിൻ്റെ കാരുണ്യം എന്താണ് എന്ന് ചോദിച്ചാൽ അത് ഖുർആനാണ് എന്ന് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഒരാൾ സന്തോഷിക്കുകയാണ് എങ്കിൽ, ഒരാൾ ആനന്ദം കൊള്ളുകയാണ് എങ്കിൽ, ഒരാൾ ആസ്വദിക്കുകയാണ് എങ്കിൽ, അവന് ആസ്വദിക്കാനുള്ള ഏറ്റവും നല്ല വിഭവം, അവന് സന്തോഷിക്കാനുള്ള ഏറ്റവും നല്ല ശുഭവാർത്ത, സന്തോഷവാർത്ത, ഒരാൾക്കുള്ള ഏറ്റവും നല്ല ആസ്വാദനം എന്താണ് എന്ന് ചോദിച്ചാൽ അള്ളാഹുവിൻ്റെ കലാമായിട്ടുള്ള, അള്ളാഹുവിൻ്റെ സംസാരമായിട്ടുള്ള പരിശുദ്ധ ഖുർആനാണ്. അതുകൊണ്ടാണ് റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞത്, യാ അയ്യുഹന്നാസ്, മനുഷ്യരെ, ജനങ്ങളെ, ഖദ് ജാഅത്കും മൗഇദതും മിർ റബ്ബിക്കും, ഇതാ നിങ്ങൾക്ക് നിങ്ങളുടെ റബ്ബിൽ നിന്നുള്ള ഒരു ഉപദേശം വന്നിരിക്കുന്നു. നോക്കൂ, നിങ്ങളുടെ റബ്ബിൽ നിന്നുള്ള ഒരു ഗുണോപദേശം, ഒരു ഉപദേശം നിങ്ങൾക്കിതാ വന്നെത്തിയിരിക്കുന്നു. വശിഫാഉൻ ലിമാ ഫിസ് സുദൂർ, നിങ്ങളുടെ നെഞ്ചകങ്ങളിലുള്ള, നിങ്ങളുടെ മനസ്സുകളിലുള്ള, ഹൃദയങ്ങളിലുള്ള അസുഖങ്ങൾക്ക്, അതിനൊക്കെയുള്ള ശമനമായിക്കൊണ്ട്, രോഗശമനമായിക്കൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് ഈ ഖുർആനിനെ ഇറക്കി തന്നിട്ടുള്ളത്. വഹുദൻ വറഹ്മത്തുൻ ലിൽ മുഅ്മിനീൻ,
അതുപോലെ തന്നെ അള്ളാഹുവിൽ നിന്നുള്ള മാർഗദർശനമായിക്കൊണ്ട് ശരിയായ മാർഗത്തിലൂടെ എങ്ങനെ ചലിക്കണം എന്ന വിശദീകരണമായിക്കൊണ്ടാണ് ഖുർആൻ അവതരിച്ചിട്ടുള്ളത്. വറഹ്മ, അള്ളാഹുവിൽ നിന്നുള്ള പ്രത്യേകമായ കാരുണ്യമായിട്ടാണ് ഈ പരിശുദ്ധ ഖുർആൻ അവതരിച്ചിട്ടുള്ളത്. അത് ലിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങൾക്ക് വേണ്ടി. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫല്യഫ്റഹു ഹുവ ഖൈറും മിമ്മാ യജ്മഊൻ. അള്ളാഹു നബിയെ, ഈ ജനങ്ങളോട്, മുസ്ലിമീങ്ങളോട്, മുഅ്മിനീങ്ങളോട് നീ പറഞ്ഞു കൊടുക്കൂ നബിയെ, അള്ളാഹുവിൻ്റെ ഔദാര്യമാകുന്ന, അള്ളാഹുവിൻ്റെ റഹ്മത്താകുന്ന ഈ ഖുർആനിനെ കുറിച്ച്, ഫബിദാലിക ഫല്യഫ്റഹു, ആ ഖുർആനിനെ കുറിച്ച് ആലോചിച്ച് അവർ സന്തുഷ്ടരാകട്ടെ, സന്തോഷിക്കട്ടെ. ഹുവ ഖൈറും മിമ്മാ യജ്മഊൻ, അവർ രാപ്പകലുകളിൽ അത്യധ്വാനം ചെയ്ത് സമ്പാദിക്കുന്ന ദുനിയാവിൻ്റെ സമ്പാദ്യങ്ങൾ അതിനേക്കാളൊക്കെ എത്രയോ നല്ലതാകുന്നു പരിശുദ്ധ ഖുർആനാകുന്ന അള്ളാഹുവിൻ്റെ ഔദാര്യവും അള്ളാഹുവിൻ്റെ ഫضലും എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തു യൂനുസിൽ 58-ാമത്തെ ആയത്തിൽ നമ്മൾക്ക് പഠിപ്പിച്ചു തരാൻ. അപ്പോൾ സഹോദരങ്ങളെ, നമ്മൾക്ക് സന്തോഷിക്കാനുള്ള ഒരു വിഭവം എന്താണ് എന്ന് ചോദിച്ചാൽ അത് ദുനിയാവിൻ്റെ എന്തെങ്കിലും കാര്യമല്ല. ദുനിയാവിൽ കുമിഞ്ഞു കൂട്ടപ്പെട്ട സമ്പത്ത്, അതുപോലെ തന്നെ കച്ചവടം, അതുപോലെ നമ്മുടെ അടുത്തുള്ള വലിയ വലിയ വീടുകൾ, ഭവനങ്ങൾ, അതുപോലെ മക്കൾ, കുടുംബം, അതുപോലെയുള്ള ആസ്വാദനങ്ങൾ, കളി തമാശകൾ, വിജയങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളല്ല. ഇതൊക്കെ സാധാരണ ഒരു മനുഷ്യന് സ്വാഭാവികമായി സന്തോഷമുണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. പക്ഷെ യഥാർത്ഥത്തിൽ ഒരു മനുഷ്യനെ സന്തോഷിപ്പിക്കേണ്ടത്, യഥാർത്ഥത്തിൽ ഒരു മനുഷ്യനെ സന്തുഷ്ടനാക്കേണ്ടത് അത് ഖുർആനാണ്. നമ്മൾ എത്രത്തോളം ഖുർആനിനെ കുറിച്ച് ആലോചിച്ച് സന്തോഷിച്ചിട്ടുണ്ട്, ആനന്ദം കൊണ്ടിട്ടുണ്ട് എന്ന് ആലോചിക്കേണ്ടതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വഫരിഹൂ ബിൽ ഹയാത്തിദ് ദുനിയ വമൽ ഹയാത്തുദ് ദുനിയ ഫിൽ ആഖിറതി ഇല്ലാ മതാഅ. വഫരിഹൂ ബിൽ ഹയാത്തിദ് ദുനിയ, ഈ മനുഷ്യന്മാർ അവർ ദുനിയാവിനെ കുറിച്ച് ആലോചിച്ചിട്ട് ഇങ്ങനെ സന്തോഷിക്കാൻ, ദുനിയാവിലെ ജീവിതത്തെക്കുറിച്ച് അവരിങ്ങനെ സന്തോഷിച്ചിരിക്കുകയാണ്. വമൽ ഹയാത്തുദ് ദുനിയ ഫിൽ ആഖിറതി ഇല്ലാ മതാഅ, എന്നാൽ ദുനിയാവിലെ ഈ ജീവിതം എന്ന് പറഞ്ഞാൽ ആഖിറത്തിന്റെ അടുത്ത് വെച്ച് നോക്കുമ്പോൾ അതൊരു കേവല വിഭവം മാത്രമാണ്. അതായത് പെട്ടെന്ന് തീർന്നു പോകുന്ന ഒരു താൽക്കാലിക വിഭവം മാത്രമാണ് ദുനിയാവ്. അത് വേഗം അവസാനിക്കും. എന്നാൽ ആഖിറത്താകട്ടെ, അന്ത്യദിനമാകട്ടെ, അത് അവസാനിക്കാതെ നിലകൊള്ളുന്നതാണ്. അതുകൊണ്ട് ദുനിയാവിനെ കുറിച്ചല്ല സന്തോഷിക്കേണ്ടത്, മറിച്ച് ആഖിറത്തിൽ മുഅ്മിനീങ്ങൾക്ക് ലഭിക്കാനിരിക്കുന്ന വലിയ അള്ളാഹുവിൻ്റെ പ്രതിഫലങ്ങളെ കുറിച്ച് ആലോചിച്ചിട്ടാണ് ഒരാൾ യഥാർത്ഥത്തിൽ സന്തോഷിക്കേണ്ടത് എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മൾക്ക് പഠിപ്പിച്ചു തരികയാണ്. അപ്പോൾ ഒരാൾ സന്തോഷിക്കുകയാണെങ്കിൽ അള്ളാഹുവിൻ്റെ ദീനിനെ കുറിച്ച് ആണ് അവൻ സന്തോഷിക്കേണ്ടത്. കാരണം അത് നീങ്ങിപ്പോവുകയില്ല, അത് നഷ്ടപ്പെട്ടു പോവുകയില്ല. ദീനനുസരിച്ച് ഒരാൾ ജീവിച്ചു കഴിഞ്ഞാൽ ആ ദീൻ അവനിൽ നിന്ന് ഒരിക്കലും നഷ്ടപ്പെടുകയില്ല, മരണത്തോടെ അത് അവസാനിക്കുന്നില്ല. നേരെ മറിച്ച് ദുനിയാവാണെങ്കിലോ അത് ഏത് സമയത്ത് വേണമെങ്കിലും അത് അവസാനിക്കാം. ഒരു ഉറങ്ങി എഴുന്നേൽക്കുമ്പോഴേക്ക് ദുനിയാവ് നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാകും. നമ്മൾ കിടന്നുറങ്ങിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ കിടപ്പാടം, നമ്മൾ ധരിച്ചു കൊണ്ടിരിക്കുന്ന സുഖകരമായ നമ്മുടെ വസ്ത്രം, അതുപോലെ തന്നെ നമ്മുടെ വീട്, വാഹനം, സ്വത്ത്, സമ്പത്ത് ഒക്കെ ചിലപ്പോൾ ഒരൊറ്റ നിമിഷം കൊണ്ട് ഇല്ലാതായേക്കും, പെട്ടെന്ന് നശിച്ചേക്കും. പക്ഷെ ആഖിറത്ത് ദീന് അങ്ങനെയല്ല. ദീന് നേടിയെടുക്കാൻ, ഖുർആൻ നേടിയെടുക്കാൻ നമ്മൾ പരിശ്രമിച്ചു കഴിഞ്ഞാൽ, ഖുർആനിനെ കുറിച്ച് ആലോചിച്ച് ചിന്തിച്ച് മനസ്സിലാക്കി അത് ജീവിതത്തിൽ പകർത്തി, അത് ജീവിതത്തിൻ്റെ വസന്തമാക്കി മാറ്റി, ഒരു ഹൃദയത്തിൻ്റെ പ്രകാശമാക്കി ഖുർആനിനെ ഒരാൾ മാറ്റിക്കഴിഞ്ഞാൽ അത് അവനിൽ നിന്ന് ഒരിക്കലും നഷ്ടപ്പെടുകയില്ല. അതവന് കാലാകാലത്തേക്ക്, അനന്തകാലത്തേക്ക് അവൻ്റെ ജീവിതത്തിൽ, അവൻ്റെ മരണശേഷവും ദുനിയാവിലെ ജീവിതത്തിലും അവനത് ആസ്വാദനം നൽകിക്കൊണ്ടേയിരിക്കും, സന്തോഷം നൽകിക്കൊണ്ടേയിരിക്കും, സുഖം നൽകിക്കൊണ്ടേയിരിക്കും പരിശുദ്ധ ഖുർആൻ എന്ന് നമ്മൾ ആമുഖമായി തിരിച്ചറിയേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു മുഅ്മിനീങ്ങളെ കുറിച്ച്, അവർ ഓരോ ആയത്തുകൾ, ഓരോ സൂറത്തുകൾ കേൾക്കുമ്പോൾ, മനസ്സിലാക്കുമ്പോൾ അവരുടെ മാനസികാവസ്ഥ എന്താണ് എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മൾക്ക് പഠിപ്പിച്ചു തരികയാണ്. വഇദാ മാ ഉൻസിലത് സൂറത്തുൻ
ഓരോ സൂറത്തുകൾ അവരിലേക്ക് അവതരിപ്പിക്കപ്പെടുമ്പോൾ ഫമിൻഹും മൻ യഖൂലു അയ്യുക്കും സാദത്ഹു ഹാദിഹി ഈമാന, അവരുടെ കൂട്ടത്തിൽ ചില ആളുകൾ ഉണ്ടാകും, മുഅ്മിനീങ്ങൾ. അവർ പരസ്പരം ചോദിക്കും, അയ്യുക്കും സാദത്ഹു ഹാദിഹി ഈമാന, ഈ സൂറത്ത് കൊണ്ട് നിങ്ങളിൽ ആർക്കാണ് വലിയ സന്തോഷമുണ്ടായിട്ടുള്ളത്? ഫഅമ്മല്ലദീന ആമനു ഫസാദത്ഹും ഈമാന വഹും യസ്തബ്ശിറൂൻ, മുഅ്മിനീങ്ങൾ, ഈമാൻ ഹൃദയത്തിൽ രൂഢമൂലമായവർ, ഈമാനിൻ്റെ പ്രകാശം കൊണ്ട് ഹൃദയം തെളിച്ചമുള്ളതായി മാറിയ വെളിച്ചമുള്ള ഹൃദയത്തിൻ്റെ ആളുകൾ, ഫസാദത്ഹും ഈമാന, അവരുടെ ഈമാനാണ് യഥാർത്ഥത്തിൽ വർദ്ധിക്കുന്നത് പരിശുദ്ധ ഖുർആനിൻ്റെ സൂറത്തുകൾ, അധ്യായങ്ങൾ കേൾക്കുമ്പോൾ. വഹും യസ്തബ്ശിറൂൻ, അവർ ഈ ഖുർആനിനെ കുറിച്ച് സന്തുഷ്ടരാണ്, സന്തോഷ വാർത്ത ലഭിച്ച ആളുകളാണ് എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മൾക്ക് പഠിപ്പിച്ചു തരാൻ. അതുകൊണ്ട് സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, ഖുർആന് പാരായണം ചെയ്യുമ്പോൾ, അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ, അതിലെ ആശയങ്ങൾ, അർത്ഥങ്ങൾ, അതിലെ ചരിത്ര സംഭവങ്ങൾ, ഉദാഹരണങ്ങൾ, അതിലെ താക്കീതുകൾ, സന്തോഷ വാർത്തകൾ, അതിലെ ഉപദേശങ്ങൾ, നിർദ്ദേശങ്ങൾ, വിധിവിലക്കുകളൊക്കെ ആലോചിച്ച് മനസ്സിലാക്കുമ്പോൾ, പഠിക്കുമ്പോൾ, ഒരു മനുഷ്യൻ്റെ ഹൃദയം യഥാർത്ഥത്തിൽ അള്ളാഹുവുമായി അങ്ങേയറ്റം ബന്ധപ്പെടുകയാണ്. അള്ളാഹുവിലേക്ക് അവൻ്റെ ഹൃദയം കെട്ടിയിടപ്പെട്ട അവസ്ഥയിലാവുകയാണ്. അള്ളാഹുവിലേക്കുള്ള വലിയ ആഗ്രഹം, ഇഷ്ടം, സ്നേഹം അവൻ്റെ ഹൃദയത്തിൽ പിന്നെ ഒരു മധുരമായി, ഒരു ആസ്വാദനമായി ഇറങ്ങി വരികയാണ്. കാരണം ഖുർആന് മുഴുവനും, ശ്രദ്ധിക്കണേ, ഖുർആന് മുഴുവനും ഹദീസുൻ അനില്ലാഹ്, അത് മുഴുവനും അള്ളാഹുവിനെ കുറിച്ചുള്ള സംസാരമാണ്, അള്ളാഹുവിൻ്റെ സംസാരമാണ്, അത് അള്ളാഹുവിനെ കുറിച്ചുള്ള സംസാരവുമാണ്. ഖുർആൻ അള്ളാഹുവിൻ്റെ കലാമാണ്, അള്ളാഹുവിൻ്റെ സംസാരമാണ്. അള്ളാഹുവാണ് ഖുർആനിലൂടെ നമ്മളോട് സംസാരിക്കുന്നത്. മാത്രമല്ല, അത് അള്ളാഹുവിനെ കുറിച്ചാണ് സംസാരം. അള്ളാഹുവിനോടുള്ള നമ്മുടെ ബാധ്യതകളെക്കുറിച്ച്, അള്ളാഹുവിന് നമ്മിൽ നിന്ന് കിട്ടാനുള്ള അവകാശങ്ങളെക്കുറിച്ച്, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യേണ്ടുന്നതിനെക്കുറിച്ച്, അള്ളാഹുവിൻ്റെ ഗാംഭീര്യത്തെക്കുറിച്ച്, അവൻ്റെ മഹത്വത്തെക്കുറിച്ച്, സ്ഥാനങ്ങളെക്കുറിച്ച്, അതുപോലെ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നാമഗുണവിശേഷണങ്ങളെക്കുറിച്ച്, അള്ളാഹുവിൻ്റെ പേരുകളെക്കുറിച്ച്, അതുപോലെ അള്ളാഹു നമുക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച്, നിഅമത്തുകളെക്കുറിച്ച്, അതുപോലെ റബ്ബ് സുബ്ഹാനഹു വ തആല വിശ്വാസികൾക്ക് നൽകാനിരിക്കുന്ന പ്രതിഫലത്തെക്കുറിച്ച്, അനുഗ്രഹങ്ങളെക്കുറിച്ച്, അതുപോലെ അവിശ്വാസികൾക്കും മുനാഫിക്കുകൾക്കും റബ്ബ് നൽകാനിരിക്കുന്ന അദാബിനെ കുറിച്ച്, ശിക്ഷയെക്കുറിച്ച്, ഇങ്ങനെ ഖുർആനിൻ്റെ ഏതൊക്കെ വിഷയങ്ങൾ, ഏതൊക്കെ പേജ്, ഏതൊക്കെ ആയത്ത് നിങ്ങൾ എടുത്തിട്ടുണ്ടോ, അതൊക്കെ റബ്ബ് സുബ്ഹാനഹു വ തആലയിലേക്ക്, അള്ളാഹുവിലേക്ക് നമ്മുടെ ഹൃദയത്തെ ബന്ധിപ്പിക്കുന്നതാണ് എന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ടല്ലേ റബ്ബ് സുബ്ഹാനഹു വ തആല സൂറത്ത് ഹൂദിൻ്റെ തുടക്കത്തിൽ പറഞ്ഞത്, സൂറത്ത് ഹൂദ് തുടങ്ങുന്നതന്നെ ഇങ്ങനെയല്ലേ, അലിഫ് ലാം റാ കിതാബുൻ ഉഹ്കിമത് ആയാതുഹു, അലിഫ് ലാം റാ കിതാബുൻ, ഈ പരിശുദ്ധ ഖുർആൻ, ഈ ഗ്രന്ഥം, ഉഹ്കിമത് ആയാതുഹു, ഈ ഗ്രന്ഥം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആയത്തുകൾ, അതിൻ്റെ പിന്നെ വചനങ്ങൾ, അത് ചുരുക്കി അള്ളാഹു പറഞ്ഞു തന്നിരിക്കുകയാണ്. അതിൻ്റെ വാക്കുകൾ ചുരുക്കമാണ്. സുമ്മ ഫുസ്സിലത്ത്, എന്നിട്ട് അള്ളാഹു അതിനെ വിശദമാക്കുകയും ചെയ്തു. അതായത് പരിശുദ്ധ ഖുർആൻ നിങ്ങൾ എടുത്തു നോക്കിയാൽ, മറ്റ് ഗ്രന്ഥങ്ങളെ അപേക്ഷിച്ച് ഖുർആൻ എടുത്തു നോക്കിയാൽ അതിൻ്റെ പേജിൻ്റെ എണ്ണം വളരെ കുറവാണ്, അല്ലേ? വളരെ ചുരുങ്ങിയ വാക്കുകളിലാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല സംസാരിച്ചിട്ടുള്ളത്. ഉഹ്കിമത് ആയാതുഹു, എന്നാലോ സുമ്മ ഫുസ്സിലത്ത്, അതിൻ്റെ ഓരോ വാക്കുകളുടെയും ആശയങ്ങളിലേക്ക്, അർത്ഥങ്ങളിലേക്ക് ഒരാൾ ആഴത്തിലേക്ക് ഇറങ്ങിച്ചെന്നാൽ അത് ഫുസ്സിലത്താണ്, അത് പ്രവിശാലമാണ്. അതൊരു പാരാവാരത്തെക്കാൾ, കടലിനേക്കാൾ, ആകാശഭൂമികളെക്കാൾ വിശാലമായ ആശയങ്ങൾ, അർത്ഥങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് ഖുർആൻ. അപ്പോൾ ഖുർആനിൻ്റെ ആയത്തുകൾ, അതിൻ്റെ വാക്കുകൾ, വചനങ്ങൾ അത് ചുരുങ്ങിയതാണ് എങ്കിലും അതിൻ്റെ മഅന, അതിൻ്റെ അർത്ഥം, അതിൻ്റെ ഉള്ളടക്കം, അതിൻ്റെ സാരം അത് വളരെ ഗംഭീരമാണ്, വളരെ ആഴമേറിയതാണ്, വളരെ ആഴവും പരപ്പും വിശാലതയും ഉന്നതവുമാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. എന്തുകൊണ്ടാണ് ഖുർആൻ ഇങ്ങനെയായി തീർന്നത്? കാരണം മിൻ ലദുൻ ഹക്കീമിൻ ഖബീർ, കാരണം ഈ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത് ഹക്കീമും ഖബീറുമായ അള്ളാഹുവിൽ നിന്നാണ്.
ഓരോ കാര്യങ്ങളും കൃത്യമായി പിഴവില്ലാതെ തീരുമാനമെടുത്ത് കൃത്യമായ സ്ഥാനത്ത് കൊണ്ടുവെക്കാൻ അറിയുന്ന അങ്ങേയറ്റത്തെ സൂക്ഷ്മമായ അറിവുള്ള അള്ളാഹുവിൽ നിന്നാണ് ഈ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടത്. അതുകൊണ്ടാണ് അങ്ങനെ. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല തൊട്ടടുത്ത സൂറത്ത് ഹൂദിന്റെ 2-ാമത്തെ ആയത്തിൽ അള്ളാഹ് പറയാം, എന്തിനാണ് അള്ളാഹു ഈ ഖുർആൻ ഇറക്കിയത്? അത് മനസ്സിലാക്കണമല്ലോ. എന്തിനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആൻ നമ്മൾക്ക് ഇറക്കി തന്നത്? ഈ ഉഹ്കിമത് ആയാതുഹു സുമ്മ ഫുസ്സിലത് എന്ന് പറഞ്ഞിട്ടുള്ള ഹക്കീമും ഖബീറുമായ റബ്ബിൽ നിന്ന് ഈ പരിശുദ്ധ ഖുർആൻ ഷിഫാഉൻ ലിസുദൂറായ ഹൃദയങ്ങൾക്ക് ശമനമായിട്ടുള്ള, അള്ളാഹുവിങ്കിൽ നിന്നുള്ള കാരുണ്യമായിട്ടുള്ള, അതുപോലെ തന്നെ ഹിദായത്തിൻ്റെ വെളിച്ചം നൽകുന്ന ഈ മഹത്തായ ഗ്രന്ഥം അത് അള്ളാഹു എന്തിനു വേണ്ടിയിട്ടാണ് ഇറക്കി തന്നത്? എന്താണ് ഇതിൻ്റെ ലക്ഷ്യം? അല്ലാ തഅ്ബുദൂ ഇല്ലല്ലാഹ്. ഇതിൻ്റെ ലക്ഷ്യമെന്ന് പറഞ്ഞാൽ അത് നിങ്ങൾ അള്ളാഹുവിനെ അല്ലാതെ മറ്റൊരാളെയും ഇബാദത്ത് ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ്. സുജൂദാകട്ടെ, നേർച്ചയാകട്ടെ, അതുപോലെ തന്നെ നിസ്കാരമാകട്ടെ, നോമ്പാകട്ടെ, അതുപോലെ ദുആ പ്രാർത്ഥനയാകട്ടെ, സഹായതേട്ടമാകട്ടെ, അതുപോലെ തന്നെ ബലിയറുക്കലാകട്ടെ, എന്തെല്ലാം ഇബാദത്തുകളുണ്ടോ അതെല്ലാം അള്ളാഹുവിന് മാത്രം സമർപ്പിക്കാൻ, അള്ളാഹുവിൻ്റെ മാത്രം അടിമകളായി തീരാൻ, ജീവിതം മുഴുവനും റബ്ബിനെ സമർപ്പിച്ചവരായി തീരാൻ. ഇന്ന സ്വലാത്തി വനുസുക്കി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. അള്ളാഹുവെ, എൻ്റെ നിസ്കാരവും എൻ്റെ ദുആവും എൻ്റെ ആരാധനാ കർമ്മങ്ങളും എൻ്റെ ബലിയറുക്കലും എൻ്റെ ജീവിതവും എൻ്റെ മരണവും ലില്ലാഹി റബ്ബിൽ ആലമീൻ, റബ്ബുൽ ആലമീനായ അള്ളാഹുവിന് മാത്രമാണ് എന്ന വലിയ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയാണ്, ഇതിനു വേണ്ടിയാണ് അള്ളാഹു ഖുർആൻ അവതരിപ്പിച്ചിട്ടുള്ളത് എന്ന് നമ്മൾ പ്രിയമുള്ള സഹോദരിമാരെ, സഹോദരന്മാരെ ചിന്തിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടതുണ്ട്. ഇനി സഹോദരന്മാരെ, ഒന്ന് ആലോചിച്ച് നോക്കൂ, പരിശുദ്ധ ഖുർആനിൽ എന്തെല്ലാം അള്ളാഹു ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ അല്ലേ. ഏറ്റവും നല്ല കഥകൾ, അഹ്സനുൽ ഖസസ്, ഏറ്റവും നല്ല കഥകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഉൾക്കൊള്ളിച്ചു. അതുപോലെ തന്നെ ഏറ്റവും നല്ല ഉദാഹരണങ്ങൾ അള്ളാഹു ഇതിൽ പറഞ്ഞു. ഏറ്റവും മനോഹരമായി മനസ്സിലാക്കാൻ പറ്റിയ ഉദാഹരണങ്ങൾ, ഉപമകൾ അള്ളാഹു പറഞ്ഞു. അതുപോലെ തന്നെ ഒരാൾക്ക് ഏറ്റവും നല്ല രീതിയിൽ സന്തോഷിക്കാൻ, പ്രതീക്ഷ വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള വാഗ്ദാനങ്ങൾ അള്ളാഹു തന്നു. സ്വർഗത്തെക്കുറിച്ചും അവിടെയുള്ള നിഅമത്തുകളെക്കുറിച്ചും ദുനിയാവിൽ ലഭിക്കാൻ പോകുന്ന, വിശ്വാസികൾക്ക് ലഭിക്കാൻ പോകുന്ന ആനന്ദത്തെക്കുറിച്ചുമൊക്കെയുള്ള വാഗ്ദാനങ്ങൾ. അതുപോലെ തന്നെ അള്ളാഹു താക്കീത് ചെയ്തു, ഒരാൾ പേടിക്കുകയാണ് എങ്കിൽ, ഒരാൾ ഭയപ്പെടുകയാണ് എങ്കിൽ, ഖുർആൻ കൊണ്ട് ഭയപ്പെടുന്നതിനേക്കാൾ വേറെ എന്തുകൊണ്ടാണ് ഒരാൾക്ക് ഭയപ്പെടാൻ സാധിക്കുക? നരകത്തെക്കുറിച്ച്, അതിലടങ്ങിയിട്ടുള്ള ശിക്ഷയെക്കുറിച്ച്, ദുനിയാവിൽ അനുഭവിക്കേണ്ടി വരുന്ന എന്താണ് ഇടുങ്ങിയ ജീവിതത്തെക്കുറിച്ച്, അങ്ങനെ 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 പല കാര്യങ്ങളെക്കുറിച്ചുള്ള താക്കീത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഖുർആനിൽ നമുക്ക് ഉൾക്കൊള്ളിച്ച് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല വിധിവിലക്കുകൾ, ഒരു മനുഷ്യൻ എങ്ങനെയാണ് ജീവിക്കേണ്ടത്, ഇബാദത്ത് എങ്ങനെ ചെയ്യണം, പെരുമാറ്റം സ്വഭാവം എങ്ങനെയായിരിക്കണം, അതുപോലെ തന്നെ നിസ്കരിക്കേണ്ടത് എങ്ങനെ, വുളു എങ്ങനെ, ഹജ്ജ് എങ്ങനെ, നോമ്പ് എങ്ങനെ, അതിൻ്റെ ലക്ഷ്യം എന്ത്, ഇബാദത്തുകൾ, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുമ്പോൾ ഏത് രൂപത്തിലായിരിക്കണം, അതുപോലെ തന്നെ ഒരു മനുഷ്യൻ്റെ സ്വഭാവ ഗുണവിശേഷണങ്ങൾ എങ്ങനെയായിരിക്കണം, അവന് ആളുകളോട് എങ്ങനെ പെരുമാറണം, മുഅ്മിനീങ്ങൾ പരസ്പരം എങ്ങനെ പെരുമാറണം, കാഫിറുകളോട് എങ്ങനെ പെരുമാറണം, നീതിപൂർവം എങ്ങനെയാണ് ആളുകളോട് വസിക്കേണ്ടത് എന്നിങ്ങനെ ഉള്ള കാര്യങ്ങൾ. അതുപോലെ തന്നെ ഹൃദയം മൃദുലമാക്കുന്ന, ഹൃദയത്തെ ലോലമാക്കുന്ന മനോഹരമായ ഉപദേശങ്ങൾ, ഇതെല്ലാം ഉൾക്കൊണ്ടിട്ടുള്ള അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കലാം, അള്ളാഹുവിൻ്റെ സംസാരം, അള്ളാഹുവിൻ്റെ ഖുർആൻ. സഹോദരങ്ങളെ, ഈ ഖുർആന്, അതിനെക്കുറിച്ച് നമ്മൾ ആലോചിച്ച് നോക്കണം. ഈ ഖുർആനിൻ്റെ ഓരോ സൂറത്തുകളെക്കുറിച്ചും മൊത്തത്തിൽ അതിലെന്താണ് ഉൾക്കൊണ്ടിട്ടുള്ളത് എന്നെങ്കിലും പരിശോധിക്കാനും പഠിക്കാനും നമ്മൾ തയ്യാറാകണം. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. നോക്കൂ, നിങ്ങൾ പരിശുദ്ധ ഖുർആനിലെ സൂറത്തുകൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ, അതിനെക്കുറിച്ച് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ, മൊത്തത്തിൽ അതായത് 114 സൂറത്തുകൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഉലമാക്കൾ, പണ്ഡിതന്മാർ 3 രീതിയിൽ ഖുർആനിൻ്റെ സൂറത്തുകളെ വേർതിരിച്ചത് കാണാൻ സാധിക്കും. മിൻഹ അത്തവീൽ, അതുപോലെ തന്നെ അൽ മുതവസ്സിത്ത്, അൽ ഖസീർ, അങ്ങനെ 3 എണ്ണം. തവീൽ എന്ന് പറഞ്ഞാൽ
വിശദമായ അല്ലെങ്കിൽ നീണ്ട സൂറത്തുകൾ, ഇപ്പോൾ സൂറത്ത് ബക്കറയെ പോലെ, അൽ ഇമ്രാൻ, മാഇദ, നിസാ പോലെയുള്ള നീണ്ട സൂറത്തുകൾ. മിൻഹ അൽ മുതവസ്സിത്ത്, ഒരു മധ്യം നിൽക്കുന്ന അല്ലെങ്കിൽ ഒരു മീഡിയം തലത്തിലുള്ള സൂറത്തുകൾ, അങ്ങനെയുള്ള സൂറത്തുകൾ. അതുപോലെ തന്നെ മിൻഹൽ ഖസീർ, ചുരുങ്ങിയ ചെറിയ ചെറിയ സൂറത്തുകൾ. ഇങ്ങനെ 3 രൂപത്തിൽ മൊത്തത്തിൽ നമുക്ക് ഖുർആനിൻ്റെ സൂറത്തുകളെ മനസ്സിലാക്കാൻ സാധിക്കും. ഇനി ഈ ഓരോ സൂറത്തും സഹോദരങ്ങളെ, ഓരോ സൂറത്തിനും അതിൻ്റേതായ വിഷയങ്ങളുണ്ട്, ലക്ഷ്യങ്ങളുണ്ട്. ഇപ്പോൾ സൂറത്ത് ഫാത്തിഹക്ക് അതിൻ്റെ ലക്ഷ്യമുണ്ട്, അതിൻ്റെ ഉള്ളടക്കമുണ്ട്, അതിൻ്റെ കാമ്പുണ്ട്, കഴമ്പുണ്ട്. അല്ലാതെ അള്ളാഹു വെറുതെ ഇങ്ങനെ അള്ളാഹു ഓരോ സമയത്ത് ഓരോ ആയത്തുകൾ ഇങ്ങനെ ഇറക്കി, അത് സ്വഹാബിമാർ പലതും പഠിച്ചു, കുറേ അവിടുന്ന് പഠിച്ചു, കുറേ ഇവിടുന്ന് പഠിച്ചു. എന്നിട്ട് ഒരു ദിവസം ഉസ്മാൻ റളിയല്ലാഹു അൻഹു എണീറ്റിട്ട് എല്ലാ പഠിച്ച സൂറത്തുകളൊക്കെ എണീറ്റിട്ട് വെറുതെ ഒരു ഓർഡർ ആക്കി. അങ്ങനെയല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല എങ്ങനെയാണോ എവിടെയാണോ ഓരോ സൂറത്തും വെക്കാൻ പറഞ്ഞിട്ടുള്ളത്, അവിടെയാണ് സ്വഹാബിമാർ വെച്ചിട്ടുള്ളത്. അതായത് ആദ്യത്തെ സൂറത്ത് ഫാത്തിഹയാണ് എന്ന് തീരുമാനിച്ചത് സ്വഹാബിമാരല്ല, മറിച്ച് അള്ളാഹുവാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചതിനനുസരിച്ചാണ് സ്വഹാബിമാർ ഖുർആൻ ജംഅ ചെയ്തിട്ടുള്ളത്. സൂറത്ത് ബഖറയാണ് രണ്ടാമത്തെ സൂറത്ത്, അത് ആരുടെ തീരുമാനമാണ്? അത് അള്ളാഹുവിൻ്റെ തീരുമാനമാണ്. സൂറത്തു നാസ് ആണ് അവസാനത്തെ സൂറത്ത്, അത് അള്ളാഹുവിൻ്റെ തീരുമാനമാണ്. അപ്പൊ ഈ ഒരു തർത്തീബിന്, ഈ ഒരു ഓർഡറിന്, ഫാത്തിഹ ആദ്യം, പിന്നെ അൽ ബഖറ, പിന്നെ അടുത്ത സൂറത്ത് എന്നിങ്ങനെ ഈ ഒരു ഓർഡറിന് പിന്നിൽ ലക്ഷ്യമുണ്ടോ? ലക്ഷ്യമുണ്ട്. അതിന് കൃത്യമായ തർത്തീബ് അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സൂറത്തിൻ്റെ ഉള്ളടക്കങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അള്ളാഹു ആദ്യം ഇതെന്താണ്, ഒരു സൂറത്ത് തുടങ്ങുമ്പോൾ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളെ കുറിച്ച് പറയുന്നു, പിന്നെ മുനാഫിക്കുകളെ കുറിച്ച് പറയുന്നു, കാഫിറുകളെ കുറിച്ച് പറയുന്നു, പിന്നെ പെട്ടെന്ന് ആദം നബിയുടെ കഥ പറയുന്നു, പിന്നെ കുറച്ച് കഴിയുമ്പോൾ അത് അള്ളാഹു ബനി ഇസ്രായേലുകളെ കുറിച്ച് പറയുന്നു, പിന്നെ കുറെ പോകുമ്പോൾ അള്ളാഹു അതാ കടബാധ്യതയെ കുറിച്ച് പറയുന്നു. എന്താണ് ഇതൊക്കെ തമ്മിൽ ഒരു കണക്ഷൻ, ഒരു ബന്ധമുണ്ടോ? എന്താണ് ഈ മൊത്തത്തിൽ ഈ സൂറത്തിൽ ഇതൊക്കെ ഉൾക്കൊള്ളിക്കാനുള്ള ഒരു അടിസ്ഥാന ലക്ഷ്യം എന്താണ് എന്ന് പലപ്പോഴും നമ്മൾ ചിന്തിക്കുകയോ പഠിക്കുകയോ മനസ്സിലാക്കുകയോ ചെയ്യുന്നില്ല. അങ്ങനെ ചെയ്യാത്തത് കൊണ്ട് വലിയ ഒരു ആസ്വാദനം പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ നമുക്ക് നഷ്ടപ്പെടും. മനസ്സിലായില്ലേ? അത് നമ്മൾ വളരെയധികം ഉറ്റ് ആലോചിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഷെയ്ഖ് ഖാലിദ് ഇസ്മായിൽ ഹഫിദഹുള്ളയുടെ ദർസിൽ നിന്നാട്ടോ, ഇൻഷാ അല്ലാഹ്. ഇനി ഷെയ്ഖ് പറയാൻ സൂറത്ത് ബഖറ എടുത്ത് നോക്കൂ നിങ്ങൾ. എന്താണ് അൽ ബഖറ എന്ന് പേര് വരാൻ കാരണം? ബഖറ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് എല്ലാവർക്കും അറിയാം, പശു എന്നാണ് അർത്ഥം, അല്ലേ? സൂറത്ത് ഫാത്തിഹ കഴിഞ്ഞിട്ട് ഖുർആനിലെ ഏറ്റവും മഹത്തായ ഒരു സൂറത്ത്, ഏറ്റവും വലിയ ഒരു സൂറത്ത്, ആ സൂറത്തിന്റെ പേരെന്നെ എന്താണ്? അൽ ബഖറ, പശു എന്നാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പേര് ഈ സൂറത്തിന് വന്നത്? ഇപ്പൊ നമ്മളൊരു സാധനത്തിന്, ഒരു വസ്തുവിന് ഒരു പേരിടുന്ന സമയത്ത് ആ വസ്തുവിൻ്റെ എന്തെങ്കിലും ഒരു വിശേഷണം അല്ലെങ്കിൽ ആ വസ്തുവിന് എന്തെങ്കിലും ബന്ധം വേണമല്ലോ, അല്ലേ? ഇപ്പോൾ എന്താ പറയാ, കാൽക്കുലേറ്റ് ചെയ്യുന്ന സാധനമാണ് എന്ത്? കാൽക്കുലേറ്റർ, അല്ലേ? അതുകൊണ്ടാണ് ആ പേര് വന്നത്. നമ്മൾ എടുത്തുകൊണ്ട് നടക്കുന്ന സാധനം ആയതുകൊണ്ടാണ് മൊബൈൽ എന്ന് പറയുന്നത്, ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീങ്ങുന്നത്. അപ്പോൾ ഓരോ ഇതിനും നമ്മളൊരു പേരിടുമ്പോൾ ആ പേരിടപ്പെട്ട വസ്തുവുമായിട്ട് അതിനൊരു ബന്ധം വേണം. ശരി. അപ്പോൾ അൽ ബഖറ, പശു എന്ന പേര് എന്തിനാണ് സൂറത്ത് ബഖറക്ക് വന്നത്? അതിൻ്റെ പിന്നിലൊരു ലക്ഷ്യം ഉണ്ടാവില്ലേ? അതിൻ്റെ പിന്നിലൊരു കാരണം ഉണ്ടാവൂലേ? ആ കാരണത്തെ അറിയിക്കുന്നതായിരിക്കില്ലേ സൂറത്ത് ബഖറയിൽ ഉൾക്കൊണ്ടിട്ടുള്ള ഓരോ വിഷയവും? ഇപ്പോൾ ഉദാഹരണത്തിന് പശു എന്ന പേര് വരാനുള്ള ഒരു കാരണം, ആ കാരണത്തെ അറിയിക്കുന്നതായിരിക്കും എന്ത്? സൂറത്ത് ബഖറയുടെ ആമുഖം അല്ലെങ്കിൽ അതിൻ്റെ തുടക്കം. അതിൽ ആദം നബിയെ കുറിച്ച് പറഞ്ഞത്, അതിൽ ബനു ഇസ്രായേലികളുടെയും മുസാ നബിയുടെയും കഥ പറഞ്ഞത്, അതുപോലെ തന്നെ അതിൽ മറ്റ് സംഭവങ്ങൾ മുനാഫിക്കുകളെ കുറിച്ചും കുഫാറുകളെ കുറിച്ചും പറഞ്ഞതൊക്കെ ഈ ഒരു ലക്ഷ്യത്തിന് അല്ലെങ്കിൽ ഈ ഒരു പേരിലേക്ക് ചുരുക്കി ആയിരിക്കണമല്ലോ. അപ്പോൾ ആ രൂപത്തിലുള്ള ഒരു പഠനവും ചിന്തയും നമ്മൾക്ക് ആവശ്യമുണ്ട്. ഇപ്പോൾ സൂറത്ത് ഹൂദ്, അല്ലെ, ഹൂദ് അലൈഹിസ്സലാമിൻ്റെ പേരിലുള്ള സൂറത്ത്, എന്തുകൊണ്ടാണ് ആ പേര് വന്നത് എന്നിങ്ങനെ ഓരോ സൂറത്തിൻ്റെയും പേരുകളെ കുറിച്ച് ആലോചിക്കാനും പഠിക്കാനും നമ്മൾക്ക് സാധിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ
എന്താണ് അതുപോലെ ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ ഈ ഖുർആനിൻ്റെ ഓരോ സൂറത്തുകളുടെയും പേര് എന്തുകൊണ്ട് വന്നു, അല്ലെങ്കിൽ ഓരോ സംഭവങ്ങൾ എന്തുകൊണ്ട് അള്ളാഹു ഇവിടെ പറഞ്ഞു, എന്തുകൊണ്ട് അള്ളാഹു ഈ കഥ ഇവിടെ പറഞ്ഞു, എന്തുകൊണ്ട് അള്ളാഹു ഓരോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്നതിനെക്കുറിച്ച് നമ്മൾ ആലോചിക്കണമല്ലോ. ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരാള് പിന്നെ എന്താണ് അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ് എന്ന ആയത്ത്, അതായത് അള്ളാഹുവിനെ ഓർക്കുന്നതിലൂടെയാണ് ഒരാളുടെ ഹൃദയം സമാധാനത്തിലാകുന്നത്. അപ്പൊ മൂന്ന് കാര്യങ്ങൾ ഇതിൽ വന്നു അല്ലെ ഈ ആയത്തിൽ. ഒന്ന് അള്ളാഹുവിന്റെ ദിക്ർ വന്നു, ഒന്ന് ഹൃദയത്തെക്കുറിച്ച് വന്നു, പിന്നെ ഒന്ന് സമാധാനത്തെക്കുറിച്ചും വന്നു. ശരി. അപ്പോൾ ഒരാൾ ഒരു ഖുതുബ കേൾക്കാണ്, അറബി ഒരു പിന്നെ ഗൾഫ് നാട്ടിൽ ഒരു അറബി ഖുതുബ ഒരാൾ കേൾക്കാണ്, ഒരു പ്രസംഗം കേൾക്കാണ്. അപ്പൊ അയാൾക്ക് ആകെ അറിയുന്നത് എന്താണ്? അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ് എന്നുള്ള ആയത്ത് അയാൾക്ക് അറിയാം, അതിന്റെ അർത്ഥം അറിയാം. അപ്പൊ ഇയാൾ ഇങ്ങനെ പ്രസംഗം ഫുള്ളായിട്ട് കേട്ടു. അതിലാകെ ഈ ഖതീബ് പറഞ്ഞ ഒരു ആയത്ത് ആണ് ഇയാൾക്ക് ഓർമ്മയുള്ളത്, അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. എന്നാൽ ആ ഖതീബ് എന്തിനാണ് ഈ ആയത്ത് ഇവിടെ ഓതിയത്? ഈ ആയത്ത് ഖതീബ് എന്തിനാണ് അയാളുടെ പ്രസംഗത്തിൽ ഓതിയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അത് ഖതീബിന്റെ വിഷയം എന്തായിരുന്നു? ദിക്റിനെ പറ്റിയാണോ? അള്ളാഹിനെ ഓർമ്മിക്കുന്നതിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണോ ഈ ആയത്ത് ഖതീബ് ഓതിയത്? അതല്ല സമാധാനത്തെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണോ ഈ ആയത്ത് ഓതിയത്? അതല്ല ഹൃദയങ്ങളെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഖതീബ് ഈ ആയത്ത് ഓതിയത്? അത് ഇയാൾക്ക് അറിയില്ല, ഈ പ്രസംഗം കേട്ട ആൾക്ക് അറിയില്ല. എങ്കിൽ നമ്മൾ അയാളെക്കുറിച്ച് എന്താ പറയാ? അയാൾക്ക് ഖുതുബ മനസ്സിലായിട്ടില്ല, അയാൾക്ക് ഈ പ്രസംഗം മനസ്സിലായിട്ടില്ല. എന്നാൽ അയാൾക്ക് ഈ ഖതീബ് ഓതി ഈ ആയത്തിന്റെ അർത്ഥം അറിയില്ലേ? ആയത്തിന്റെ അർത്ഥം അറിയാം, അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ് എന്ന ആയത്തിന്റെ അർത്ഥം അയാൾക്ക് കൃത്യമായിട്ട് അറിയാം. പക്ഷെ എന്തുകൊണ്ടാണ് പ്രസംഗകൻ ഈ ആയത്ത് ഈ പ്രസംഗത്തിൽ ഉൾക്കൊള്ളിച്ചത് എന്ന് അയാൾക്കറിയില്ല. എങ്കിൽ നമ്മൾ അയാളെ പറ്റി എന്താ പറയാ? അയാൾക്ക് പ്രസംഗം മനസ്സിലായിട്ടില്ല. അതുപോലെ അതുപോലെ അള്ളാഹുവിൻ്റെ കിതാബ് പരിശുദ്ധ ഖുർആനിൽ ഓരോ ആശയങ്ങൾ, സംഭവങ്ങൾ, അത് എന്ത് ലക്ഷ്യത്തിനാണ് അള്ളാഹു അവതരിപ്പിച്ചത് എന്ന് ചിന്തിക്കാനും മനസ്സിലാക്കാനും നമ്മൾക്ക് സാധിച്ചിട്ടില്ല എങ്കിൽ ഖുർആൻ നമുക്ക് പൂർണ്ണമായി ശരിയായ രീതിയിൽ മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല എന്ന് നമ്മൾ പറയേണ്ടി വരും. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നോക്കൂ നിങ്ങൾ സഹോദരങ്ങളെ, നമ്മൾ ഖുർആനിൻ്റെ ഓരോ ആയത്തുകൾ ഇങ്ങനെ വേർഡ് അല്ലെ വേർഡ് ബൈ വേർഡ് അല്ലെങ്കിൽ ഓരോ ആയത്തിൻ്റെ തഫ്സീറുകളൊക്കെ പഠിക്കുന്നുണ്ട്. വളരെ നല്ലത് തന്നെയാണ്, അത് പഠിക്കേണ്ട വളരെ അനിവാര്യമായിട്ടുള്ള കാര്യം തന്നെയാണ്. എന്നാൽ അതിനപ്പുറം മൊത്തത്തിൽ എന്താണ് ഖുർആനിൽ പറയുന്നത്? ഓരോ സൂറത്തുകളിൽ, അൽ ബഖറയിൽ, ആൽ ഇമ്രാനിൽ, മാഇദയിൽ, നിസായിൽ, എന്താണ് ഈ സൂറത്തുകളിൽ മൊത്തത്തിൽ അള്ളാഹു പറയുന്നത് എന്ന് കുറച്ച് ദൂരെ നിന്നിട്ട് നമുക്ക് നോക്കിക്കാണാൻ, ഖുർആനിനെ ഖുർആനിന്റെ വേർഡ് ബൈ വേർഡ് മീനിങ് പഠിക്കുമ്പോൾ, അല്ലെങ്കിൽ പിന്നെ എന്താണ് ഓരോ ആയത്തിൻ്റെയും സൂക്ഷ്മമായ അർത്ഥങ്ങളും തഫ്സീറുകളൊക്കെ പഠിക്കുമ്പോൾ ഖുർആനിനെ വളരെ അടുത്ത് നിന്ന് നോക്കിക്കാണാൻ. എന്നാൽ നമ്മൾ കുറച്ച് ദൂരെ ഒന്ന് മാറി നിൽക്കുക. ഏതുപോലെ ഒരു പിന്നെ നല്ല പ്രകൃതിയുടെ ഒരു ഭംഗി, ഒരു ലാൻഡ്സ്കേപ്പ് വരച്ചിട്ടുള്ള ഒരു ചിത്രം നമ്മുടെ മുന്നിൽ ഒരു ഫ്രെയിം കൊണ്ടുവന്ന് വെച്ചു. അതിൽ മരങ്ങളുണ്ട്, മലകളുണ്ട്, പർവ്വതങ്ങളുണ്ട്, അരുവികളുണ്ട്, അതുപോലെ തന്നെ കാർമേഘങ്ങളുണ്ട്. അങ്ങനെ നല്ല മനോഹരമായ ഒരു ചിത്രം നമ്മൾ മുന്നിൽ കൊണ്ടുവന്ന് വെച്ചു. എന്നാൽ നമ്മൾ അതിനെ നോക്കുന്നത് എങ്ങനെയാണ്? ആ ചിത്രത്തിൻ്റെ തൊട്ടടുത്ത് പോയിട്ട് നമ്മുടെ കണ്ണിൻ്റെ തൊട്ടടുത്ത് ആ ചിത്രം വെക്കുകയാണ്, എന്നിട്ടാണ് നമ്മൾ അതിനെ നോക്കുന്നത്. എങ്കിൽ നമുക്ക് എന്താ കാണാം? നമുക്ക് അതിൽ കുറേ പച്ച കളർ കാണും, കുറേ കറുപ്പ് കളർ കാണും, കുറേ ബ്രൗൺ കളർ കാണും, കുറേ വെള്ള കാണും, കുറേ നിറങ്ങൾ നമുക്കിങ്ങനെ കാണും അല്ലേ? എന്നാൽ മൊത്തത്തിൽ ഈ ചിത്രം കൊണ്ട് എന്താണ് ഉദ്ദേശിച്ചത് എന്ന് നമുക്ക് മനസ്സിലാകുമോ? ഇല്ല. ആ ചിത്രം ഒന്ന് ദൂരെ ആക്കി വെച്ചാൽ നമുക്കൊന്ന് മനസ്സിലാകും എന്തൊക്കെയാണ് ഇതിലുള്ള ചിത്രങ്ങൾ, എന്തൊക്കെയാണ് ഇതിലെ മൊത്തത്തിലുള്ള ഉള്ളടക്കം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എല്ലാ കാര്യത്തിലും അങ്ങനെയാണ്. ഇപ്പോൾ സ്ത്രീകളുടെ ഉദാഹരണം പറയുകയാണെങ്കിൽ, സ്ത്രീകൾ ധരിക്കുന്ന പല വസ്ത്രത്തിൽ നല്ല ഡിസൈനൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ കാർപ്പറ്റുകൾ അല്ലേ, നല്ല ഡിസൈനുകളൊക്കെ ഉള്ള കാർപ്പറ്റുകൾ, വസ്ത്രം. അത് നമ്മളെങ്ങനെ നോക്കുക? അടുത്ത് വെച്ചിട്ടാണ് നോക്കുക, അല്ലല്ലോ, ദൂരെ വെച്ചിട്ടല്ലേ നോക്കുക. നല്ല പിന്നെ ഡിസൈനൊക്കെ ഉള്ള ഡ്രസ്സാണെങ്കിൽ ദൂരെ വെച്ചിട്ടാണ് നോക്കുക. അപ്പോഴാണ് അതിൻ്റെ ഭംഗി, അതിൻ്റെ ഒരു മനോഹാരിത നമുക്ക് മനസ്സിലാവുള്ളൂ. അത് അടുത്ത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്താ മനസ്സിലാവുക? അല്ലേ? അപ്പൊ ആ രീതിയിൽ
പരിശുദ്ധ ഖുർആനാണെങ്കിൽ നമ്മൾ രണ്ട് രീതിയിലും നോക്കണം. ഖുർആനിനെ അടുത്ത് നിന്ന് ആഴത്തിലും നോക്കണം, ദൂരെ നിന്ന് അതിൻ്റെ മൊത്തത്തിലുള്ള ആശയം, അതിൻ്റെ അടിസ്ഥാനങ്ങൾ എന്തൊക്കെയാണ് എന്നതും നമ്മൾ നോക്കേണ്ടതുണ്ട്. ഇൻഷാ അല്ലാ നമ്മൾ പിന്നീട് ഓരോ സൂറത്തുകളിലേക്ക് കടക്കുമ്പോൾ, പ്രത്യേകിച്ച് സൂറത്ത് ഫാത്തിഹ തന്നെ വിശദീകരിക്കുമ്പോൾ ഞാൻ ഈ പറഞ്ഞതിൻ്റെ ഉദ്ദേശം, ലക്ഷ്യം ഒക്കെ നിങ്ങൾക്ക് കൂടുതൽ വ്യക്തമാകും ഇൻഷാ അല്ലാ ബിഇദ്നില്ലാഹ്. അപ്പോൾ സഹോദരങ്ങളെ, നമ്മൾ എന്ത് ചെയ്യാണ്, പിന്നെ ഖുർആൻ ഈ രീതിയിൽ പാരായണം ചെയ്യണം. അപ്പം ഇങ്ങനെ ഖുർആനിൻ്റെ അവതരണ ലക്ഷ്യം, അല്ലെങ്കിൽ ഖുർആനിൽ മറഞ്ഞു കിടക്കുന്ന ഈ ആയത്ത്, ഈ സൂറത്ത്, അതിൻ്റെ അവതരണ ലക്ഷ്യം എന്താണ്, അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് എന്നൊരു പഠനം, അങ്ങനെ ഒരു ചിന്ത, അതിപ്പോൾ പുതിയതായിട്ട് ഉണ്ടാക്കിയതാണോ? നഊദു ബില്ലാ, അങ്ങനെ നമ്മൾ ചെയ്യാൻ പാടില്ലല്ലോ. അള്ളാഹുവിൻ്റെ ദീനിൽ പുതിയതായിട്ട് നമ്മളൊന്നും ഉണ്ടാക്കാൻ പാടില്ല. നേരെ മറിച്ച് സലഫുകൾ, സഹാബത്ത് മനസ്സിലാക്കിയ രീതിയാണ് അത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇപ്പോൾ ഇമാം ഖതാദ റഹ്മത്തുള്ളാഹി അലൈഹി താബിഇയാണ്. ഇമാം ഖതാദ സൂറത്തു നഹ്ലിനെ കുറിച്ച് പറയാണ്. സൂറത്തു നഹ്ല്, നഹ്ൽ എന്ന് പറഞ്ഞാൽ പിന്നെ എന്താണ്, ഹണീബി, തേനീച്ച. അപ്പോൾ സൂറത്തു നഹ്ലിനെ കുറിച്ച് പറയുമ്പോൾ ഇമാം ഖതാദ പറയാണ്, കാനത്ത് തുസമ്മ സൂറത്ത് നഹ്ലി ബി സൂറത്തിൻ നിഅം. സൂറത്തു നഹ്ലിന് നിഅം, സൂറത്തു നിഅം എന്ന പേര് വിളിക്കപ്പെട്ടിരുന്നു. നിഅമത്ത് എന്ന് പറഞ്ഞാൽ അനുഗ്രഹങ്ങൾ, അനുഗ്രഹങ്ങളുടെ സൂറത്ത് എന്ന് സൂറത്തു നഹ്ലിന് പേര് പറയപ്പെട്ടിരുന്നു. നഹ്ല് പറഞ്ഞാൽ തേനീച്ച. അപ്പൊ എന്തുകൊണ്ടാണ് സൂറത്തു നഹ്ലിന് സഹാബത്ത് അല്ലെങ്കിൽ മുൻഗാമികൾ അനുഗ്രഹങ്ങളുടെ സൂറത്ത് എന്ന് പേര് പറഞ്ഞത്? കാരണം ആ സൂറത്തുകളിലെ, ആ സൂറത്തിന്റെ ലക്ഷ്യം, മഖ്സൂദ്, അതിന്റെ ഉള്ളടക്കം, അതിന്റെ ഉൾപ്പൊരുൾ എന്താണ്, അതിൻ്റെ ആയത്തുകൾ പരസ്പരം കണക്ട് ചെയ്ത് നിലകൊള്ളുന്നത് അള്ളാഹുവിൻ്റെ നിഅമത്തുകളെ കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തൽ കൊണ്ടാണ്. അതുകൊണ്ടാണ് ആ സൂറത്തിന് ആ പേര് സഹാബിമാർ വിളിച്ചിട്ടുള്ളത്. മനസ്സിലായില്ലേ? അപ്പോൾ ഓരോ സൂറത്തിനും അതിൻ്റെ ഒരു ഉൾസാരം, ഉള്ളടക്കം, അതിൻ്റെ ആയത്തുകൾ പരസ്പരം പിന്നെ കെട്ടുപിണഞ്ഞ് കിടക്കുന്നതിൻ്റെ പിന്നിലുള്ള രഹസ്യം ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പോൾ മഹാനായ ഉമർ ഇബ്ൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഖലീഫ ആയിരുന്ന സമയത്ത് വലിയ വലിയ ബദറിലൊക്കെ പങ്കെടുത്ത മുതിർന്ന സഹാബിമാരിരിക്കുന്ന മജ്ലിസിലേക്ക്, സദസ്സിലേക്ക് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ വിളിപ്പിക്കപ്പെടാൻ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു അവിടുത്തെ മജ്ലിസിൽ എപ്പോഴും വിളിച്ചിരുത്തുമായിരുന്നു. ഇബ്നു അബ്ബാസ് എന്ന് പറഞ്ഞാൽ വളരെ പ്രായം കുറഞ്ഞ ചെറുപ്പക്കാരനായ സഹാബിയാണ്, വളരെ ചെറിയ പ്രായം കുറഞ്ഞ സഹാബിയാണ്. പക്ഷെ എന്താണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ പ്രത്യേകത? മുഫസ്സിറുൽ ഖുർആൻ, ഖുർആനിന്റെ മുഫസ്സിറാൻ. ഇല്ലേ? ഈ ഉമ്മത്തിലെ ഏറ്റവും അധികം ഖുർആൻ അറിയുന്ന, പിന്നെ സഹാബിമാരുടെ കൂട്ടത്തിൽ ഏറ്റവും നന്നായി ഖുർആൻ അറിയുന്ന സഹാബിയാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു. ശരി, എന്താണ്, ഖുലഫാ റാഷിദീങ്ങളൊക്കെ അതിൽ നിന്ന് ഒഴിവാട്ടോ. ഇസ്ലാമിലെ ഖലീഫമാരുടെ ഇൽമ്, അവരുടെ അറിവ് ഖുർആനിനെ കുറിച്ച് മറ്റാർക്കുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഴിഞ്ഞാൽ അവരുടെ സ്ഥാനം ഇൽമിന്റെ വിഷയത്തിലും എല്ലാ കാര്യത്തിലും ഉന്നതമാണ്. ശരി, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചു. അങ്ങനെ ചുറ്റിരിക്കുന്ന ബദറിൽ പങ്കെടുത്ത വലിയ വലിയ മുതിർന്ന പ്രായം ചെന്ന സഹാബിമാരോട് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, സൂറത്തുൻ നസ്ർ, ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫതഹ് എന്ന് പറയുന്ന സൂറത്തുൻ നസ്റിന്റെ അർത്ഥം എന്താണ് എന്ന് ചോദിച്ചു. അപ്പോൾ ഓരോ ആളുകൾ പറയാൻ തുടങ്ങി, അള്ളാഹുവിൻ്റെ വിജയം വന്നു കഴിഞ്ഞാൽ അള്ളാഹുവിനെ നന്ദി കാണിക്കണം എന്നാണ് ഈ സൂറത്തിൽ പറയുന്നത്, അല്ലേ? അതുപോലെ തന്നെ ഈ സൂറത്തിൽ ഇങ്ങനെ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് അതിൻ്റെ, നമ്മൾ സാധാരണ ഒരു പറയുന്ന ആ ആയത്തുകളുടെ തഫ്സീർ, അർത്ഥം എന്ത് ചെയ്തു പറഞ്ഞു. അപ്പോൾ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് ഇതൊന്നും കേട്ടിട്ട് തൃപ്തിയായില്ല. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇബ്നു അബ്ബാസിനോട് ചോദിച്ചു, നീ എന്താണ് പറയാനുള്ളത്? അപ്പോൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു കൊടുത്ത മറുപടി എന്താണ്? ഹാദിഹി സൂറ ഹിയ അജലു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഅലമഹുല്ലാഹു ഇയ്യാഹ്. സൂറത്തുൻ നസ്ർ എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകാനായിട്ടുണ്ട് എന്നതിലേക്കുള്ള സൂചനയാണ്. അതെങ്ങനെ മനസ്സിലായി? സൂറത്തുൻ നസ്ർ എന്ന് പറഞ്ഞാൽ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകാൻ ആയിട്ടുണ്ട് എന്നതിലേക്കുള്ള സൂചനയാണ്, അതിലേക്കുള്ള അള്ളാഹുവിൻ്റെ അറിയിപ്പാണ് ഈ സൂറത്ത്. അപ്പോഴാണ് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, അതെ, നീ പറഞ്ഞതാണ് ശരി, നീ പറഞ്ഞതാണ് കൃത്യമായ ഉത്തരം എന്ന് പറയുന്നത്.
അതെന്തുകൊണ്ടാണ്? ഈ സൂറത്തിന്റെ അവതരണ ലക്ഷ്യം, അതിൻ്റെ രഹസ്യം, അതിൻ്റെ ഉള്ളിലടങ്ങിയിട്ടുള്ള ലക്ഷ്യം അത് മനസ്സിലാക്കി കഴിഞ്ഞു. നിങ്ങൾ നോക്കൂ, നിങ്ങൾ ചെറിയ സൂറത്താണ്ട് ഞാൻ പെട്ടെന്ന് പറയാം. ഇപ്പോൾ ഒരാൾക്ക് അറിയാം ഇദാ ജാ നസ്റുല്ലാഹി വൽ ഫതഹ്, അള്ളാഹുവിൻ്റെ വിജയവും പിന്നെ സഹായവും വന്നാൽ, ഇല്ലേ? പിന്നെ എന്താണ് ഇദാ ജാ നസ്റുല്ലാഹി വൽ ഫതഹ് വറഅയ്ത അന്നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജ, അള്ളാഹുവിൻ്റെ ദീനിലേക്ക് ആളുകൾ കൂട്ടം കൂട്ടമായി വരുന്നത് നീ കണ്ടാൽ ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിർ, നീ സുബ്ഹാനല്ലാഹ് പറയണം, അൽഹംദുലില്ലാഹ് പറയണം, ഇസ്തിഗ്ഫാർ ചൊല്ലണം. ഖലാസ്. ഇങ്ങനെ ഈ സൂറത്തിന്റെ അർത്ഥം മാത്രം മനസ്സിലാക്കി ഒരാൾ പാരായണം ചെയ്യുന്നതും, ഈ സൂറത്ത് അവതരിച്ചിട്ടുള്ളത് ഫതഹ് മക്കയുടെ സമയത്ത്, പിന്നെ അള്ളാഹുവിൻ്റെ വിജയം വന്ന സമയത്ത് ഒരുപാട് മുഅ്മിനീങ്ങൾ ഇസ്ലാമിലേക്ക്, വിവിധ സംഘങ്ങൾ ഇസ്ലാമിലേക്ക് കടന്നു വന്ന് ഇസ്ലാമിന് വലിയ വിജയവും സഹായവും വന്ന ഒരു സാഹചര്യത്തിലാണ് സൂറത്തുൻ നസ്ർ ഇറങ്ങിയത് എന്നും, ഈ സൂറത്ത് ഇറങ്ങിയപ്പോൾ ഇന്നഹു ഖദ് ബുഈതു ഇലയ്യ നഫ്സി, ഈ സൂറത്ത് ഇറങ്ങിയതിലൂടെ എനിക്കിതാ എൻ്റെ മരണവാർത്ത വന്നെത്തിയിരിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് മനസ്സിലാക്കിയ ഒരാൾ ഈ സൂറത്ത് കൊണ്ട് എന്താണ് ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിറു എന്ന ആയത്ത് ഇറങ്ങിയ ശേഷം ഓരോ നിസ്കാരത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ സുജൂദിലും റുകൂഇലും സുബ്ഹാനകല്ലാഹുമ്മ റബ്ബനാ വബിഹംദിക അല്ലാഹുമ്മഗ്ഫിർലി എന്ന ദുആ, എന്ന ദിക്ർ അധികരിപ്പിച്ചു എന്നതുമൊക്കെ മനസ്സിലാക്കിയ ഒരാൾ സൂറത്തുൻ നസ്ർ ഓതുന്നതും രണ്ടും തമ്മിൽ എത്ര വ്യത്യാസമുണ്ട്, അല്ലേ? രണ്ടാളുടെ ഓത്തും തമ്മിൽ നല്ല വ്യത്യാസമല്ലേ? അപ്പോൾ ഒരു സൂറത്തിന്റെ മഖ്സദ്, അതിന്റെ ലക്ഷ്യം, അതിൻ്റെ ഉൾസാരം, അതിൻ്റെ രഹസ്യം അത് മനസ്സിലാക്കിക്കൊണ്ട് ആ സൂറത്ത് പാരായണം ചെയ്യുന്ന ഒരാളും അതൊന്നും മനസ്സിലാക്കാതെ കേവലം അർത്ഥം മാത്രം മനസ്സിലാക്കി പാരായണം ചെയ്യുന്ന ആളും തമ്മിൽ വലിയ അന്തരമുണ്ട് എന്ന് നമുക്കിതിൽ നിന്ന്, ഈ ഒരു ഉദാഹരണത്തിൽ തന്നെ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. ശരി, ഇപ്പോൾ എത്രയോ ഉദാഹരണം നമുക്ക് കാണാം. ഇപ്പോൾ സൂറത്ത് തൗബ എടുത്ത് നോക്കിയാൽ സൂറത്ത് തൗബക്ക് ഉലമാക്കൾ വെച്ച പേരാണ് സൂറത്തുൽ ഫാദിഹ. ഫാദിഹ എന്ന് പറഞ്ഞാൽ എന്താണ്? പിന്നെ ഏതെങ്കിലും മോശപ്പെട്ട ആളുകളെ എക്സ്പോസ് ചെയ്തിട്ട് ഇന്ന ആൾക്കാരൊക്കെ വൃത്തികെട്ടവരാണ്, മോശപ്പെട്ട ആൾക്കാരാണ് എന്ന് അവരെ പിന്നെ പുറത്തു കൊണ്ടുവരല്ലോ, അങ്ങനെ. അപ്പോൾ അതെന്തുകൊണ്ടാണ് സൂറത്ത് തൗബക്ക് ആ പേര് വന്നത്, സൂറത്തുൽ ഫാദിഹ എന്ന പേര് വന്നത്? കാരണം സൂറത്ത് തൗബ അവതരിച്ചിട്ടുള്ളത്, അതിൻ്റെ ഉള്ളടക്കം മുനാഫിക്കുകളെ പുറത്തു കൊണ്ടുവരാനാണ്. അവരുടെ ദുസ്വഭാവങ്ങളും അവരുടെ പിന്നെ എന്താണ് രഹസ്യങ്ങളും ഒക്കെ പുറത്തു കൊണ്ടുവരാനാണ് സൂറത്ത് തൗബ. അതാണ് അതിൻ്റെ ഉള്ളടക്കം. അപ്പൊ അതുകൊണ്ട് സൂറത്ത് തൗബക്ക് ഉലമാക്കൾ പേര് പറഞ്ഞു സൂറത്തുൽ ഫാദിഹ. മനസ്സിലായില്ലേ? ശരി, ഇങ്ങനെ ഓരോ സൂറത്തുകളുടെ പിന്നിലുള്ള ലക്ഷ്യങ്ങൾ, ഉദ്ദേശങ്ങൾ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ വലിയ ഉപകാരം, വലിയ ആസ്വാദനം നമുക്ക് ലഭിക്കും ഇൻഷാ അല്ലാഹ് ബിഇദ്നില്ലാഹ്. അതുപോലെ സഹോദരങ്ങളെ, ഞാൻ എന്നോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ്, നമുക്ക് ഖുർആനിന് വേണ്ടി നീക്കിവെച്ച ഒരു സമയം നമ്മുടെ ജീവിതത്തിൽ വേണം. എല്ലാ ദിവസവും ഖുർആനിനായി മാറ്റിവെച്ച ഒരു സമയം നമുക്ക് അത്യാവശ്യമാണ്. ഇപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആമുൽ വുഫൂദ് എന്ന് പറഞ്ഞിട്ട് ഇസ്ലാമിക ചരിത്രത്തിൽ, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ചരിത്രത്തിൽ ഒരു വർഷം തന്നെയുണ്ട്. ആ വർഷത്തിൻ്റെ പേര് തന്നെ ആമുൽ വുഫൂദ് എന്നാണ്. വഫ്ദുകളുടെ സംഘം. വഫ്ദ് എന്ന് പറഞ്ഞാൽ എന്താണ്? നിവേദക സംഘങ്ങൾ. അതായത് വിവിധ നാടുകളിൽ നിന്ന്, ഓരോ നാടിൽ നിന്നും ആ നാട്ടിലെ പ്രതിനിധികളായിട്ടുള്ള ആളുകൾ ഇങ്ങനെ മദീനയിലേക്ക് ഒഴുകിയ വർഷം, ഫതഹ് മക്ക കഴിഞ്ഞിട്ടുള്ള തൊട്ടടുത്ത വർഷങ്ങൾ. അപ്പോൾ അവിടെ എന്താണ് ഉണ്ടായിട്ടുള്ളത്? ആളുകൾ ഇസ്ലാമിലേക്ക് ഇങ്ങനെ കുതിച്ചു വരികയാണ്. ഓരോ ഗോത്രങ്ങളും നാടുകളും ഗ്രാമങ്ങളും രാജ്യങ്ങളും ഒക്കെ ഇസ്ലാമിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അവരുടെ പിന്നെ പ്രതിനിധികൾ വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ബൈഅത്ത് ചെയ്ത് തിരിച്ചു പോവാണ് അവരുടെ നാട്ടിൽ ഇസ്ലാം സ്ഥാപിക്കാൻ വേണ്ടിയിട്ട്. ശരി, അപ്പോൾ ബനു സഖീഫ് ഗോത്രക്കാർ മദീനയിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നു. ആ വർഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നല്ല തിരക്കായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വലിയ തിരക്കുണ്ടായിരുന്ന ഒരു വർഷമായിരുന്നു അത്. ധാരാളം അതിഥികളെ സ്വീകരിച്ചിട്ട് അവർക്ക് ദീന് പഠിപ്പിച്ചു കൊടുത്തിട്ടും വളരെയധികം തിരക്ക് പിടിച്ച നാളുകളായിരുന്നു ആമുൽ വുഫൂദ്. ഒരു പക്ഷെ വേണമെങ്കിൽ പറയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ ഏറ്റവും തിരക്ക് പിടിച്ച കാലം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. സീറ പഠിച്ച ആളുകൾക്ക് അതറിയാം. ശരി,
അപ്പോൾ ബനു സഖീഫ് ഗോത്രക്കാർ വന്നിട്ട് ചില കുറച്ച് രാത്രികളിൽ ആണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് സമയം കൊടുത്തത്. അവരുടെ അടുത്ത് നബി പോകും, എന്നിട്ട് അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുക്കും, ഉപദേശങ്ങൾ നൽകുകയൊക്കെ ചെയ്യും. അവരിങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമനെ ആഗ്രഹിച്ച് കാത്തിങ്ങനെ ഇരിക്കുകയാണ്. ഒരു രാത്രിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമനെ കാണാനില്ല, രാത്രി വൈകി, നേരം വൈകി. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നിട്ട് അവരോട് പറഞ്ഞു, നേരം വൈകിട്ടാണ് വന്നത്. അപ്പോൾ അവർ ചോദിച്ചു, യാ റസൂൽ അള്ളാഹ് ലഅല്ലക അബ്തഅത ഇലൈന, അള്ളാഹുവിൻ്റെ റസൂലെ, നിങ്ങൾ ഞങ്ങളുടെ അടുത്ത് വരാൻ കുറച്ച് നേരം വൈകിയോ എന്ന രീതിയിൽ ചോദിക്കാൻ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നഹു ഖറഅ അലയ്യ ജുസ്ഇ മിനൽ ഖുർആൻ. അതെ, ഇന്നത്തെ ഖുർആനിൻ്റെ ഭാഗം പാരായണം ചെയ്യാനുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ വൈകിയത്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഓരോ ദിവസത്തിലും ഖുർആനിന് വേണ്ടി മാറ്റിവെച്ച സമയം, ആ ഖുർആനിൻ്റെ ഭാഗം നമ്മൾ ഇന്ന് പറയുന്ന ഈ 30 ജുസിൽ ഒരു ജുസ് അങ്ങനെയല്ല. ഖുർആനിലെ ഒരു പ്രത്യേകമായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പാരായണം ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്ന ഭാഗം, അത് പൂർത്തിയാക്കാൻ വേണ്ടിയാണ് ഞാൻ ഇരുന്നത്. ഫകരിഹ്തു അൻ ആതീകും ഖബ്ല അൻ ഉതിമ്മ, അത് പൂർണ്ണമാകുന്നതിന് മുമ്പ് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതിനെ ഞാൻ ഇഷ്ടപ്പെട്ടില്ല. കണ്ടോ? അപ്പം ഒരു നിത്യജീവിതത്തിൽ ഒരു ഒരു എന്താണ്, മറ്റൊരു കാര്യവും തടസ്സപ്പെടുത്താത്ത, മറ്റ് ഒരു കാര്യവും തടസ്സപ്പെടുത്താത്ത ഒരു നിത്യജീവിതത്തിലെ ഒരു ശീലമാക്കി ഖുർആൻ നമുക്ക് മാറേണ്ടതുണ്ട്. എന്നെയും നിങ്ങളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ശരി സഹോദരന്മാരെ, ഇനി നമ്മൾ ഇൻഷാ അല്ലാ ഒരു 2 മിനിറ്റ് ചെറിയൊരു ബ്രേക്ക് എടുക്കുകയാണ്. ഇൻഷാ അല്ലാ 2 മിനിറ്റ്. നമ്മളിപ്പോൾ ഒരു ആമുഖം കഴിഞ്ഞു. ബിഇദ്നില്ലാ ഈ എന്താ പറയുക, മൊത്തത്തിൽ ഈ ഒരു വിഷയത്തിലേക്കുള്ള ഒരു ആമുഖം പറഞ്ഞു. ഒന്നുകൂടി ഓർമ്മപ്പെടുത്താണ്, ഒരു സൂറത്തിൻ്റെ അവതരണ ലക്ഷ്യം, അതിൻ്റെ ഉള്ളടക്കം ചുരുക്കി നമ്മൾ പറയും. അതുപോലെ തന്നെ ഓരോ ആയത്തുകളുടെയും അർത്ഥം ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു പോകും. അതുപോലെ തന്നെ വായിച്ച ഭാഗം അല്ലെങ്കിൽ മനസ്സിലാക്കിയ ഭാഗത്തിൻ്റെ അത് ഒന്ന് നമ്മൾ എന്ത് ചെയ്യും, അത് കേൾക്കും ഇൻഷാ അല്ലാ. ഈ 3 രൂപത്തിൽ ആണ് നമ്മൾ ക്ലാസ്സുകൾ പോവുക ഇൻഷാ അല്ലാ. അപ്പോൾ സൂറത്തു ഫാത്തിഹയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഇൻഷാ അല്ലാ ഒരു 2 മിനിറ്റ് നമ്മൾ ബ്രേക്ക് എടുക്കുകയാണ്. എന്നിട്ട് സൂറത്തു ഫാത്തിഹയിലേക്ക് നമ്മൾ പ്രവേശിക്കാം ഇൻഷാ അല്ലാ ബിഇദ്നില്ലാ. ബാറക്കല്ലാഹു ഫീക്കും ജമീഅൻ വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
السلام عليكم ورحمة الله. الحمد لله وصلى الله على نبينا محمد وعلى آله وصحبه أجمعين أما بعد. അപ്പോൾ സഹോദരന്മാരെ, സത്യവിശ്വാസികളെ, സഹോദരിമാരെ, നമ്മളൊരു ആമുഖത്തിന് ശേഷം ഇൻഷാ അള്ളാഹ് സൂറത്തു ഫാത്തിഹയിലേക്ക് പ്രവേശിക്കുകയാണ് ഇൻഷാ അള്ളാഹ്. സൂറത്തു അൽ ഫാത്തിഹ. സുബ്ഹാനല്ലാഹ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വല്ലദീ നഫ്സി ബിയദിഹി മാ അൻസലല്ലാഹു ഫിത്തൗറാത്തി വലാ ഫിൽ ഇൻജീൽ വലാ ഫിൽ സബൂർ വലാ ഫിൽ ഫുർഖാനി മിസ്ലുഹാ വഅഅ്ദമ മിൻഹാ. എൻ്റെ റൂഹ് ആരുടെ കയ്യിലാണോ ആ അള്ളാഹുവാണ് സത്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, അള്ളാഹുവാണ് സത്യം. തൗറാത്തിലോ ഇഞ്ചീലിലോ സബൂറിലോ ഇതൊക്കെ മുൻകഴിഞ്ഞ വേദഗ്രന്ഥങ്ങളാണല്ലോ. അപ്പൊ ഈ തൗറാത്തിലോ ഇഞ്ചീലിലോ സബൂറിലോ ഒന്നും, അതുപോലെ തന്നെ പരിശുദ്ധ ഖുർആനിലടക്കം ഒന്നിൽ പോലും ഫാത്തിഹയെപ്പോലെ ഒരു സൂറത്ത് അവതരിപ്പിക്കപ്പെട്ടിട്ടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാൻ. സുബ്ഹാനല്ലാഹ്. ഉമ്മുൽ കിതാബ് അല്ലെ, സൂറത്ത് ഫാത്തിഹന്റെ വേറൊരു പേരാണ് ഉമ്മുൽ കിതാബ്. ആ പേരിൽ തന്നെ ഉണ്ട് ഫാത്തിഹയുടെ ലക്ഷ്യം, അതിൻ്റെ ഉള്ളടക്കം. എന്താണ് ഉമ്മുൽ കിതാബ് എന്ന് പറഞ്ഞാൽ? എന്ന് പറഞ്ഞാൽ പിന്നെ ഒരു കാര്യത്തിൻ്റെ മർജ, മടക്കസ്ഥാനം, അല്ലെങ്കിൽ ഒരു കാര്യത്തിൻ്റെ കാമ്പ്, കഴമ്പ് എന്നുള്ള അർത്ഥം. അപ്പോൾ ഉമ്മുൽ കിതാബ് എന്ന് പറഞ്ഞാൽ ഖുർആനിൻ്റെ മടക്കസ്ഥാനം, ഖുർആനിൻ്റെ കഴമ്പ്, അതിൻ്റെ ഉള്ളടക്കം. അല്ലേ, നമ്മുടെ ഏതൊരു പുസ്തകങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിനൊരു ആമുഖം ഉണ്ടാവും. ആമുഖത്തിൽ ഒരു ബുക്ക് വായിക്കുന്ന, പുസ്തകം വായിക്കുന്നവർക്ക് അറിയാം അല്ലേ, കിതാബുകളോ ഏത് ബുക്ക് എടുത്താലും അതിൻ്റെ ആമുഖം ഉണ്ടാവും. ആമുഖത്തിൻ്റെ പ്രത്യേകത എന്താണ്? എന്താണോ ഗ്രന്ഥകാരൻ ആ പുസ്തകത്തിൽ ഉടനീളം പറയാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ഒരു ചുരുക്കം. ഞാൻ ഈ പുസ്തകത്തിൽ ഇന്ന കാര്യങ്ങളൊക്കെയാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് എന്നതിൻ്റെ ചുരുക്കമായിരിക്കും മുഖദ്ദിമയിൽ ഉണ്ടാകുക, ആമുഖത്തിൽ ഉണ്ടാകുക അല്ലേ. സൂറത്തു ഫാത്തിഹ പരിശുദ്ധ ഖുർആനിൻ്റെ ഉള്ളടക്കമാണ്. സൂറത്തു ഫാത്തിഹ പരിശുദ്ധ ഖുർആനിൻ്റെ ഉള്ളടക്കമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഉമ്മുൽ കിതാബ് എന്ന പേര് ഫാത്തിഹക്ക് വന്നിട്ടുള്ളത്. മഹാനായ അബൂ സഈദ് ഇബ്നുൽ മുഅല്ല റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, മസ്ജിദിൽ നിന്ന് പുറത്തിറങ്ങുന്ന സമയത്ത് മസ്ജിദ് നബവിയിൽ നിസ്കരിച്ചിറങ്ങുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലാ ഉഅല്ലിമുക സൂറത്തൻ ഫി കിതാബില്ലാഹ്, അള്ളാഹുവിൻ്റെ കിതാബിലെ ഒരു സൂറത്ത് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരട്ടെ, നിനക്ക് ഞാൻ പറഞ്ഞു തരട്ടെ. അതെന്താണ്? അഅ്ദമു സൂവർ, ഖുർആനിലെ മറ്റു സൂറത്തുകളെക്കാളൊക്കെ ഏറ്റവും മഹത്തരമായിട്ടുള്ള സൂറത്താണ്. അങ്ങനെ ഒരു സൂറത്ത് ഞാൻ നിനക്ക് പഠിപ്പിച്ചു തരട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കാൻ. അങ്ങനെ ഖബ്ല അൻ തഖ്റുജ മിനൽ മസ്ജിദ്, പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങുന്നതിന് മുമ്പ് ഞാൻ നിനക്കിത് പഠിപ്പിച്ചു തരാമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. എന്നിട്ട് ആ സഹാബിൻ്റെ കൈ പിടിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ നടക്കാൻ, പള്ളിയുടെ പുറത്തെത്താനായി വാതിലിൻ്റെ കവാടത്തിൻ്റെ അടുക്കലെത്തിയപ്പോൾ സഹാബി അവിടെ നിന്നു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നബിയെ, നിങ്ങളല്ലേ പറഞ്ഞത് പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങുന്നതിന് മുമ്പ് എനിക്കൊരു സൂറത്ത് പഠിപ്പിച്ചു തരാമെന്ന് പറഞ്ഞല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫാത്തിഹത്തുൽ കിതാബ്, ഖുർആനിലെ ഏറ്റവും മഹത്തരമായ സൂറത്ത് അത് ഏതാണെന്ന് ചോദിച്ചാൽ ഫാത്തിഹത്തുൽ കിതാബ്, ഈ പരിശുദ്ധ ഖുർആനിൻ്റെ കവാടം ആയിട്ടുള്ള അധ്യായം. ഫാത്തിഹ എന്ന് പറഞ്ഞാൽ, ഫത്ഹ എന്ന് പറഞ്ഞാൽ എന്താണ്? പിന്നെ ആരംഭം, അല്ലെങ്കിൽ ജയിച്ചടക്കൽ എന്നൊക്കെയാണ് അർത്ഥം അല്ലേ. ഫാത്തിഹത്തുൽ കിതാബ്, പരിശുദ്ധ ഖുർആനിൻ്റെ സമാരംഭം, അതിൻ്റെ കവാടം. ഹിയ സബ്ഉൽ മസാനി, ആവർത്തിച്ച് പാരായണം ചെയ്യപ്പെടുന്ന 7 ആയത്തുകൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞല്ലോ, വലഖദ് ആതൈനാക സബ്അൻ മിനൽ മസാനി വൽ ഖുർആനൽ അദീം, ഞാനിതാ നിനക്ക് ആവർത്തിച്ച് പാരായണം ചെയ്യപ്പെടുന്ന സൂറത്ത് ഫാത്തിഹ നൽകിയിട്ടുണ്ട് എന്ന് അല്ലാഹു പ്രത്യേകം പറഞ്ഞ സൂറത്താണ് സൂറത്ത് ഫാത്തിഹ. അല്ലാഹു നിനക്ക് ഖുർആൻ തന്നിട്ടുണ്ട്, അതോടൊപ്പം ആവർത്തിച്ച് പാരായണം ചെയ്യപ്പെടുന്ന ഫാത്തിഹയും തന്നിട്ടുണ്ട്. അപ്പോൾ ഫാത്തിഹ ഖുർആനിൻ്റെ പുറത്താണോ? അല്ല. പക്ഷേ ഫാത്തിഹയുടെ പ്രാധാന്യം കാരണത്താൽ, അതിൻ്റെ സ്ഥാനം കാരണത്താൽ അല്ലാഹു വേറെ തന്നെ പറഞ്ഞു, ആവർത്തിച്ച് പാരായണം ചെയ്യപ്പെടുന്ന
7 ആയത്തുകൾ. സൂറത്ത് ഫാത്തിഹ 7 ആയത്താണല്ലോ. വൽ ഖുർആനുൽ അദീം അല്ലദീ ഊതീതു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, വൽ ഖുർആനുൽ അദീം, ഈ സൂറത്ത് ഫാത്തിഹ തന്നെയാണ് മഹത്തായ ഖുർആൻ, എനിക്ക് നൽകപ്പെട്ടിട്ടുള്ള ഖുർആനാണ് സൂറത്ത് ഫാത്തിഹ എന്ന് പറഞ്ഞാൽ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഖുർആനിന്റെ അവതരണ ലക്ഷ്യം എന്താണോ അത് തന്നെയാണ് ഫാത്തിഹയുടെ ലക്ഷ്യം. ഖുർആനിന്റെ ഉള്ളടക്കം എന്താണോ അത് തന്നെയാണ് ഫാത്തിഹയിലുള്ളത്. മൊത്തം ഖുർആനിന്റെ ആശയങ്ങൾ ചുരുങ്ങി 7 വചനങ്ങളിൽ അള്ളാഹു ഉൾക്കൊള്ളിച്ചതാണ് സൂറത്തു ഫാത്തിഹ. അതായത് ഖുർആനിലെ 6000 ചില്ലാനം ആയത്തുകൾ അള്ളാഹു ഉൾക്കൊള്ളിച്ചിട്ടുള്ള സൂറത്താണ് സൂറത്തു ഫാത്തിഹ. ആ ആയത്തുകളിലെ ആശയങ്ങൾ, സുബ്ഹാനല്ലാഹ്. അപ്പോൾ ഈ സൂറത്ത് നമ്മൾ ദിവസവും 17 പ്രാവശ്യം നിർബന്ധമായി പാരായണം ചെയ്യുന്ന, അതിൽ കൂടുതൽ പ്രാവശ്യം മുസ്തഹബായി സുന്നത്ത് നിസ്കാരങ്ങളിൽ പാരായണം ചെയ്യുന്ന ഈ സൂറത്തു ഫാത്തിഹ, സൂറത്തു ഫാത്തിഹയുടെ ആശയം എന്താണ്, അതിൻ്റെ ഉള്ളടക്കം എന്താണ്, അതിലെ പാഠങ്ങൾ എന്താണ്, അതിലേക്കാണ് നമ്മൾ ഇൻഷാ അല്ലാഹ് പ്രവേശിക്കേണ്ടത്. ശരി, അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ആദ്യത്തെ ആയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്താണ്? റബ്ബുൽ ആലമീനായ, അതായത് അള്ളാഹു അല്ലാത്ത എല്ലാത്തിനും ആലമീൻ എന്നാണ് പറയാം. അള്ളാഹു അല്ലാത്ത എല്ലാം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ മഖ്ലൂക്കുകൾ അല്ലേ? അള്ളാഹു മാത്രമാണ് ഖാലിഖ്, ബാക്കിയുള്ളതൊക്കെ മഖ്ലൂക്കാണ്. അപ്പോൾ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറയുമ്പോൾ എന്താണ് അർത്ഥമാക്കുന്നത്? അള്ളാഹു അല്ലാത്ത എല്ലാ മഖ്ലൂക്കുകളുടെയും റബ്ബായിട്ടുള്ള അള്ളാഹുവിനാണ് ഹംദ്. അപ്പം നിങ്ങൾ ചിന്തിക്കും, റബ്ബ് എന്താണ്, ഹംദ് എന്താണ്? റബ്ബ് എന്ന് പറഞ്ഞാൽ എല്ലാത്തിനെയും സൃഷ്ടിച്ച് നിയന്ത്രിച്ച് പരിപാലിച്ച് അതിനെ ഉടമപ്പെടുത്തുന്നവൻ, ഖാലിഖും മാലിക്കും മുദബ്ബിറുമായിട്ടുള്ളവനാണ് റബ്ബ്. എല്ലാത്തിനെയും പടക്കുകയും അതിനെ ഉടമപ്പെടുത്തുകയും അതിനെ കൃത്യമായി നിയന്ത്രിക്കുകയും ചെയ്യുന്ന റബ്ബ്. അപ്പോൾ ഹംദ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ അൽഹംദുലില്ലാ എന്ന് പറയുമ്പോൾ ഹംദ് എന്ന് പറഞ്ഞാൽ എന്താണ്? 2 കാര്യങ്ങളാണ് ഹംദിൽ ഉൾക്കൊണ്ടിട്ടുള്ളത്. ഒന്ന്, അള്ളാഹുവിനുള്ള നന്ദി, ശുക്ർ. അള്ളാഹു ചെയ്തു തന്ന നിഅമത്തുകൾ, അനുഗ്രഹങ്ങളെ കുറിച്ച് നമ്മളിങ്ങനെ ഓർമ്മിച്ചിട്ട് ശുക്ർ, നന്ദി. രണ്ടാമത്തേത് പിന്നെ മദ്ഹ്, അതായത് അള്ളാഹുവിൻ്റെ ഉത്തമമായ ഗുണവിശേഷണങ്ങളെ കുറിച്ച് ഓർത്തിട്ട് അള്ളാഹുവിനെ പുകഴ്ത്തി പറയാം, അള്ളാഹുവിനെ മദ്ഹ് പറയാം. അപ്പോൾ ഈ 2 കാര്യങ്ങളും ഉൾക്കൊള്ളുന്ന പദമാണ് ഹംദ്. അള്ളാഹുവിനുള്ള നന്ദി കാണിക്കൽ അതിലുണ്ട്, അള്ളാഹുവിനെ പുകഴ്ത്തി പറയലും അതിലുണ്ട്. അപ്പോൾ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, സകല ലോകങ്ങളുടെയും റബ്ബായിട്ടുള്ള, അതായത് സൃഷ്ടിച്ച് ഉടമപ്പെടുത്തി പരിപാലിച്ച് നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന ആ അള്ളാഹുവിനാകുന്നു, അവന് മാത്രമാകുന്നു ഞാൻ നന്ദി ചെയ്യേണ്ടത്, നന്ദി ചെയ്യുന്നത് അവനെ മാത്രമാകുന്നു ഞാൻ എന്ത് ചെയ്യുന്നത്, ഈ ഹംദ് അർപ്പിക്കുന്നത് എന്നാണ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നതുകൊണ്ട് ഉദ്ദേശം. ഇനി അടുത്ത ആയത്ത് അർ-റഹ്മാനിർ റഹീം. എന്താ അർ-റഹ്മാൻ അർ-റഹീം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അള്ളാഹുവിന്റെ 2 പേരാണ്. ഈ 2 പേരും റഹ്മത്ത് എന്ന പദത്തിൽ നിന്നുണ്ടായി വന്നിട്ടുള്ളതാണ്. റഹ്മത്ത് എന്ന് പറഞ്ഞാൽ കാരുണ്യം, റഹ്മാൻ എന്ന് പറഞ്ഞാൽ ദു അർ-റഹ്മതി അൽ-വാസിഅ, വിശാലമായ കാരുണ്യം ഉടമപ്പെടുത്തുന്നവൻ എന്നാണ് റഹ്മത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വിശാലമായ കാരുണ്യം ഉടമപ്പെടുത്തുന്നവൻ എന്നതാണ് റഹ്മത്ത് കൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പൊ അതാണ് അർ-റഹ്മാൻ എന്നതുകൊണ്ട് ഉദ്ദേശം. ഇനി റഹീം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ദു അർ-റഹ്മത്തിൽ വാസില, അതായത് അള്ളാഹു സ്വന്തമായി ഈ റഹ്മത്ത് ഉടമപ്പെടുത്തുക മാത്രമല്ല ചെയ്യുന്നത്, മറിച്ച് അള്ളാഹുവിന്റെ റഹ്മത്ത് അള്ളാഹു എന്ത് ചെയ്യുന്നുണ്ട്? തൻ്റെ മഖ്ലൂക്കുകൾക്ക് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്, തൻ്റെ പടപ്പുകൾക്ക് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് മുഅ്മിനീങ്ങൾക്ക്, വിശ്വാസികൾക്ക് അള്ളാഹു എന്ത് ചെയ്യുന്നുണ്ട്? അവൻ്റെ റഹ്മത്ത് നൽകുന്നുണ്ട്, കൊടുക്കുന്നുണ്ട്. അപ്പോൾ റഹ്മാൻ അങ്ങേയറ്റത്തെ കാരുണ്യം ഉടമപ്പെടുത്തുന്നവനാകുന്നു, സ്വന്തമായി റഹ്മത്തുള്ളവനാണ് അള്ളാഹു. മാത്രമല്ല ആ റഹ്മത്ത് അള്ളാഹു തൻ്റെ അടിമകളോട്
പ്രകടിപ്പിക്കുകയും അവർക്ക് നൽകുകയും ചെയ്യുന്നുണ്ട്. അതാണ് റഹ്മാൻ റഹീം. മാലികി യൗമിദ്ദീൻ, അടുത്തത് അതാണ് മാലികി യൗമിദ്ദീൻ അല്ലെങ്കിൽ മലികി യൗമിദ്ദീൻ. രണ്ട് ഖിറാഅത്തും നമുക്ക് കാണാൻ സാധിക്കും. എന്താണ് മാലിക് യൗമിദ്ദീൻ എന്നതുകൊണ്ട് ഉദ്ദേശം? ദീനിന്റെ ദിവസം. യൗമുദ്ദീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ദീനിന്റെ ദിവസം, അതായത് പ്രതിഫലം നൽകപ്പെടുന്ന, സത്യാസത്യങ്ങൾ വേർതിരിയുന്ന ദിവസം, യൗമുൽ ഖിയാമ. ആ ദിവസത്തിന്റെ ഉടമസ്ഥനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. അള്ളാഹുവിൻ്റെ പരമാധികാരത്തിൽ മാത്രമുള്ള, അള്ളാഹുവിൻ്റെ പൂർണ്ണ നിയന്ത്രണത്തിലുള്ള എല്ലാം. ദുനിയാവും അള്ളാഹിൻ്റെ പൂർണ്ണ നിയന്ത്രണത്തിൽ തന്നെയാണ്. പക്ഷേ യൗമുൽ ഖിയാമത്തിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം അള്ളാഹുവിൻ്റെ അധികാരം വെളിപ്പെടുന്ന ദിവസമാണ്. അള്ളാഹുവിൻ്റെ സമ്പൂർണമായ അധികാരം, അവൻ്റെ ശക്തി വെളിപ്പെടുന്ന ദിവസമാണ് യൗമുൽ ഖിയാമ. അതുകൊണ്ടല്ലേ റബ്ബ് സുബ്ഹാനഹു വ തആല ഖിയാമത്ത് നാളിനെ കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞില്ലേ, ലിമനിൽ മുൽക്കുൽ യൗമ ലിമനിൽ മുൽക്കുൽ യൗം, ആർക്കാണ് ഇന്ന് അധികാരമുള്ളത്? ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ, വാഹിദും ഖഹാറുമായിട്ടുള്ള അള്ളാഹുവിനാണ്. അപ്പോൾ അതാണ് മാലികി യൗമിദ്ദീൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, പ്രതിഫല നാളിൻ്റെ ഉടമസ്ഥൻ. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ഈ ആയത്ത് ആണ് സൂറത്ത് ഫാത്തിഹയുടെ ഉള്ളടക്കം. അതായത് സൂറത്ത് ഫാത്തിഹയുടെ എല്ലാ ആയത്തും ഉൾക്കൊണ്ടിട്ടുള്ള ആയത്താണ് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. എന്താണ് അങ്ങനെ പറഞ്ഞാൽ? ഇയ്യാക നഅ്ബുദു, അല്ലാഹുവേ നിന്നെ മാത്രം ഞങ്ങൾ ഇബാദത്ത് ചെയ്യുന്നു. അല്ലാഹു നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു. അതായത് ഇബാദത്തിന്റെ ഇനങ്ങളായ എല്ലാ കാര്യങ്ങളും അല്ലാഹുവിന് മാത്രം ഞങ്ങൾ കൊടുക്കുന്നു. വ ഇയ്യാക നസ്തഈൻ, അതുപോലെ അല്ലാഹുവേ നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു. അല്ലാഹു നിന്നെ മാത്രം ഇബാദത്ത് ചെയ്യുന്നു, അതുപോലെ അല്ലാഹു നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു. ഇതാണ് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. തൗഹീദ് വ്യക്തമാകുന്ന ആയത്താണ് അല്ലേ? തൗഹീദിന്റെ ആയത്താണ്. ഇനി അഞ്ചാമത്തെ ആയത്ത്, അടുത്ത ആയത്ത് എന്താണ്? ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. അല്ലാഹുവിനോട് നമ്മൾ ചോദിക്കാണ്, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, അല്ലാഹുവേ സിറാത്തുൽ മുസ്തഖീമിലേക്ക് ഞങ്ങളെ നീ വഴി നടത്തണേ എന്ന് അല്ലാഹുവിനോട് നമ്മൾ ചോദിക്കാൻ അല്ലേ? ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. എന്താണ് മുസ്തഖീം എന്ന് പറഞ്ഞാൽ? വളവില്ലാത്ത നേരായ വഴി. അപ്പോൾ അസ്സിറാത്തുൽ മുസ്തഖീം എന്ന് പറഞ്ഞാൽ നേരായ വഴിയിലേക്ക്, ഇഹ്ദിന, അല്ലാഹുവേ നീ ഞങ്ങളെ വഴി നടത്തണേ എന്ന് ചോദിക്കാൻ. ശരി, അപ്പം അള്ളാഹുവിനോട് നമ്മൾ സഹായം തേടി, അള്ളാഹുവിനോട് നമ്മൾ തേടുന്നത് എന്താണ്? ഇസ്ലാമിലേക്ക്, ദീനുൽ ഇസ്ലാമിലേക്ക്, നേരായ പാതയിലേക്ക് ഞങ്ങളെ വഴി നടത്തണേ എന്നാണ്. ഗൈറിൽ മഗ്ദൂബി അലൈഹിം, വഴിപിഴച്ച, ഗൈറിൽ മഗ്ദൂബി അലൈഹിം, അള്ളാഹുവെ നിന്റെ കോപത്തിന്, നിന്റെ ഗദബിന് പാത്രമായിട്ടുള്ള, ഇരയായിട്ടുള്ള ജൂതന്മാരുടെ, യഹൂദികളുടെ മാർഗത്തിലല്ല, അവരുടെ മാർഗത്തിൽ നീ ഞങ്ങളെ ചേർക്കല്ലേ എന്ന് എന്ത് ചെയ്യാണ് അവിടെ നമ്മൾ പഠിക്കുകയാണ്. ഗൈറിൽ മഗ്ദൂബി അലൈഹിം, അപ്പോൾ യഹൂദികളുടെ മാർഗത്തിൽ ചേർക്കല്ലേ എന്ന് ദുആ ചെയ്തു. വലദ്ദാലീൻ, വഴിപിഴച്ച, ഹിദായത്തിൽ നിന്ന് തെറ്റിപ്പോയ വഴിപിഴച്ച നസറാനികളുടെ മാർഗത്തിൽ നീ ഞങ്ങളെ ചേർക്കല്ലേ എന്നും നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്തു. അപ്പോൾ സൂറത്ത് ഫാത്തിഹ ദുആ ആണ് യഥാർത്ഥത്തിൽ അല്ലേ? അള്ളാഹുവിനോടുള്ള ദുആ ആണ്. ഇത്രയുമാണ് സൂറത്ത് ഫാത്തിഹയുടെ ഓരോ ആയത്തിൻ്റെയും പിന്നെ ഒരു മൊത്തത്തിലുള്ള അർത്ഥം നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ ഇത്രയും കാര്യങ്ങളാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ ആമീൻ. ശരി, അപ്പോൾ നമ്മൾ ഈ സൂറത്ത് ആരംഭിക്കാൻ എന്താണ്? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് തുടങ്ങി ആരംഭിച്ചിട്ടുള്ള ഈ സൂറത്തിലെ ചിന്തകൾ, അതിൻ്റെ കാര്യങ്ങളാണ് ഇനി ഇൻഷാ അല്ലാഹ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഈ സൂറത്തിൻ്റെ ലക്ഷ്യം എന്താണ്? ഇതിൻ്റെ ഉദ്ദേശം എന്താണ്? അത് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഉള്ള ഇബാദത്ത്,
അള്ളാഹുവിനെ മാത്രമേ ഞാൻ ഇബാദത്ത് ചെയ്യുകയുള്ളൂ എന്നത് ഹൃദയത്തിലും ജീവിതത്തിലും ഉറപ്പിക്കുക എന്നതാണ് ഈ സൂറത്ത് ഫാത്തിഹയുടെ ഒന്നാമത്തെ ലക്ഷ്യം. അതായത് എൻ്റെ ഇബാദത്തുകൾ മുഴുവനും അള്ളാഹുവിനാണ്. അള്ളാഹുവിന് കീഴൊതുങ്ങി അവൻ്റെ ഒരു അടിമയായി എൻ്റെ എല്ലാ കാര്യങ്ങളും അവന് സമർപ്പിച്ച് ജീവിക്കേണ്ട ഒരുത്തനാണ് ഞാൻ എന്ന ഉബൂദിയ്യത്ത്, അള്ളാഹുവിനുള്ള അടിമത്വം, അത് സ്ഥാപിക്കാൻ വേണ്ടി ആണ് സൂറത്ത് ഫാത്തിഹ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അല്ലെങ്കിൽ അതാണ് അതിൻ്റെ പ്രധാന ലക്ഷ്യം. അതുപോലെ തന്നെ ഈ ഒരു കാര്യം, അള്ളാഹുവിനുള്ള ഉബൂദിയത്ത് നമ്മൾ എങ്ങനെയാണ് സ്ഥാപിക്കുന്നത്? അള്ളാഹുവിനോടുള്ള സംഭാഷണത്തിലൂടെയാണ്. സൂറത്ത് ഫാത്തിഹ അള്ളാഹുവിനോടുള്ള ഒരു മുനാജാത്താണ്, അല്ലേ? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് തുടങ്ങി അള്ളാഹുവെ നിന്നെ മാത്രം ഇബാദത്ത് ചെയ്യുന്നു, നിന്നെ മാത്രം സഹായം തേടുന്നു എന്ന് പറഞ്ഞിട്ട് അള്ളാഹിനോടുള്ള ദുആ ആണ്, മുനാജാത്താണ്. അതുപോലെ തന്നെ അള്ളാഹുവിനോടുള്ള അള്ളാഹുവിനോടുള്ള സ്നേഹമുണ്ടാക്കാനുള്ള സൂറത്താണിത്. അതുപോലെ അള്ളാഹുവിനെ പുകഴ്ത്താൻ, അതുപോലെ ഹിദായത്തിൻ്റെ മാർഗം, ശരിയായ മാർഗം ഏതാണ് എന്ന് മനസ്സിലാക്കാനും അതിലേക്ക് വഴി നടക്കാനും പഠിപ്പിക്കുന്ന സിറാത്തുൽ മുസ്തഖീമിനെ പറ്റി മനസ്സിലാക്കി തരുന്ന സൂറത്താണ്. അതുപോലെ ഈ സിറാത്തുൽ മുസ്തഖീമിൽ നിന്ന്, ഹിദായത്തിൻ്റെ വഴിയിൽ നിന്ന് തെറ്റിപ്പോകുന്നത് എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കുന്ന, ഏതൊക്കെ വിഭാഗങ്ങൾ ഏത് രീതിയിലാണ് ഹിദായത്തിൽ നിന്ന് തെറ്റിപ്പോയിട്ടുള്ളത് എന്ന് പഠിപ്പിക്കുന്ന സൂറത്താണിത്. അപ്പോൾ ഇതൊക്കെയാണ് സൂറത്ത് ഫാത്തിഹയുടെ ലക്ഷ്യം. ഒന്നുകൂടി പറയാം, അള്ളാഹുവിനുള്ള ഇബാദത്ത് സ്ഥാപിക്കുക എന്നതാണ് ഈ സൂറത്തിൻ്റെ ലക്ഷ്യം. അള്ളാഹുവിനുള്ള ഉബൂദിയത്ത്, അള്ളാഹുവിൻ്റെ അടിമയാണ് ഞാൻ, അവനെ മാത്രമേ ഞാൻ ഇബാദത്ത് ചെയ്യുകയുള്ളൂ, അവനോട് മാത്രമേ സഹായം തേടുകയുള്ളൂ, ഇബാദത്തിൻ്റെ എല്ലാ ഇനങ്ങളും ഞാൻ അള്ളാഹുവിന് മാത്രം സമർപ്പിക്കുമെന്ന് പഠിപ്പിക്കാൻ. അതുപോലെ തന്നെ അള്ളാഹു പഠിപ്പിച്ചു തന്നിട്ടുള്ള മാർഗത്തിലൂടെ, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിലൂടെ സഞ്ചരിച്ചുകൊണ്ട് ഹിദായത്തിൻ്റെ വഴിയിൽ ഞാൻ സഞ്ചരിക്കുമെന്നും ദലാലത്തിൻ്റെ വഴികെട്ട യഹൂദി നസ്രാനികളുടെ വഴിയിൽ ഞാൻ പ്രവേശിക്കില്ല എന്നും പഠിപ്പിക്കാനാണ് സൂറത്തു ഫാത്തിഹ, ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഈ സൂറത്തു ഫാത്തിഹയുടെ രഹസ്യം ഉൾക്കൊണ്ടിട്ടുള്ളത് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന ആയത്തിലാണ്. സൂറത്തു ഫാത്തിഹയുടെ രഹസ്യം സൂറത്തു ഫാത്തിഹയുടെ ഒത്ത നടുവിലുള്ള ആയത്ത്, 5-ാമത്തെ ആയത്ത്, ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന ആയത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നിക്ഷേപിച്ചിട്ടുള്ളത് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം എന്താണ്? പരിശുദ്ധ ഖുർആനിലെ ഏറ്റവും മഹത്തായ സൂറത്ത്, ഖുർആനിൻ്റെ അവതരണ ലക്ഷ്യം, ഖുർആനിൻ്റെ മൊത്തം ലക്ഷ്യം ഉൾക്കൊണ്ടിട്ടുള്ള ഒരു സൂറത്ത്, ഖുർആനിൻ്റെ സമാരംഭമായ ആമുഖമായിട്ടുള്ള ഒരു സൂറത്ത്. ആ സൂറത്തിൻ്റെ ലക്ഷ്യം സ്വാഭാവികമായും എന്തായിരിക്കും? അള്ളാഹു മനുഷ്യനെയും ജിന്നുകളെയും എന്തിനാണോ പടച്ചത്, ആ ലക്ഷ്യം തന്നെ ആയിരിക്കും ഖുർആനിൻ്റെ ലക്ഷ്യം, അല്ലേ? അള്ളാഹു എന്തിനാണ് നമ്മളെ പടച്ചത്? വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. മനുഷ്യരെയും ജിന്നുകളെയും സൂറത്തു ദാരിയാത്തിലെ 56-ാമത്തെ ആയത്ത്, വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. നമ്മൾ കാണാതെ പഠിച്ച് മക്കളെ പഠിപ്പിക്കേണ്ട, തലമുറകൾ കാണാതെ ചെറിയ കുട്ടികളെ പഠിപ്പിക്കേണ്ട ആയത്താണ്. ജിന്നാകട്ടെ മനുഷ്യരാകട്ടെ അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യാൻ വേണ്ടി അല്ലാതെ അള്ളാഹു പഠിച്ചിട്ടില്ല. അപ്പോൾ അള്ളാഹു എന്തിനാണ് നമ്മളെ പഠിച്ചത്? അള്ളാഹിനെ മാത്രം ഇബാദത്ത് ചെയ്യാൻ. ആ ലക്ഷ്യം നിറവേറ്റാൻ വേണ്ടിയിട്ടാണല്ലോ അള്ളാഹു അമ്പിയാക്കളെ പറഞ്ഞയച്ചത്, പരിശുദ്ധ ഖുർആൻ ഇറക്കിയത്, അല്ലേ? അള്ളാഹു നമ്മളെ പഠിച്ച ലക്ഷ്യം അത് നിർവഹിക്കാൻ വേണ്ടിയിട്ടാണ്, അള്ളാഹു അതിലേക്ക് പ്രേരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്? ഖുർആൻ ഇറക്കിയിട്ടുള്ളത്. എന്ന് വരുമ്പോൾ ഖുർആനിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ ലക്ഷ്യം അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യുക, അള്ളാഹുവിൻ്റെ അബ്ദായി, അള്ളാഹുവിൻ്റെ അടിമയായി ജീവിതം മുഴുവൻ നിലകൊള്ളുക എന്നതാണ്. ആ മൊത്തം ലക്ഷ്യം അള്ളാഹു സുബ്ഹാനഹു വ തആല ഒറ്റ വാക്കിൽ ഉൾക്കൊള്ളിക്കുകയാണ്, ഇയ്യാക നഅ്ബുദു, അള്ളാഹുവെ നിന്നെ മാത്രമേ ഞങ്ങൾ ഇബാദത്ത് ചെയ്യുകയുള്ളൂ എന്നത്. വ ഇയ്യാക നസ്തഈൻ, നിന്നെ മാത്രം ഇബാദത്ത് ചെയ്യണമെങ്കിൽ നിന്റെ സഹായം വേണം. ഞങ്ങൾ വളരെ ദുർബലരാണ്, ഞങ്ങൾ വളരെയധികം ദുർബലരായ ആളുകളാണ്. അതുകൊണ്ട് തന്നെ നിന്നെ ഇബാദത്ത് ചെയ്യണമെങ്കിൽ, നിന്നെ ഇബാദത്ത് ചെയ്ത് അതനുസരിച്ച് ജീവിക്കണമെങ്കിൽ അതിനും നിന്റെ സഹായം തന്നെ ഞങ്ങൾക്ക് വേണം. ഇതാണ് സൂറത്തു ഫാത്തിഹയുടെ അവതരണ ലക്ഷ്യങ്ങളിൽ, അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി സഹോദരങ്ങളെ,
അള്ളാഹു സുബ്ഹാനഹു വ തആല സലഫു സാലിഹ്യങ്ങൾ മുൻഗാമികൾ പറഞ്ഞത് കാണാൻ സാധിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ മൊത്തം ഇറക്കി. അതുപോലെ തന്നെ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്തു? ഇഞ്ചീലിലും തൗറാത്തിലും അതുപോലെ തന്നെ ഉള്ള മുൻകഴിഞ്ഞ വേദഗ്രന്ഥങ്ങളിലൊക്കെ ഉള്ള കാര്യങ്ങൾ എല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്തു? അതിലെ എല്ലാത്തിൻ്റെയും ഒരു ചുരുക്കം, അതിൻ്റെ ആശയങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ ഒരു ചുരുക്കം, അതായത് ഈ ഖുർആനിൻ്റെ മൊത്തം ചുരുക്കം അത് സൂറത്ത് ഫാത്തിഹയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഉൾക്കൊള്ളിച്ചു. സൂറത്ത് ഫാത്തിഹയുടെ രഹസ്യം അത്, അല്ലെങ്കിൽ സൂറത്ത് ഫാത്തിഹയുടെ ചുരുക്കമാണ് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന ആയത്തിൽ ഉൾക്കൊണ്ടിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ശരി, അപ്പോൾ നമ്മുടെ ലക്ഷ്യം ഇപ്പോൾ എന്താണ്? നമുക്ക് എപ്പോഴും ഒരു ലക്ഷ്യം വേണമല്ലോ. ലക്ഷ്യമില്ലാതെ ജീവിക്കുന്നത് ആരാണ്? കന്നുകാലികളാണ്, അല്ലെങ്കിൽ ഭ്രാന്തന്മാരാണ്. അവർക്കൊരു പ്രത്യേക ലക്ഷ്യം ഉണ്ടാവില്ല. ഒരു ഭ്രാന്തൻ ചിരിച്ചു കഴിഞ്ഞാൽ നീ എന്തിനാ ചിരിക്കുന്നത് എന്ന് ആരും ചോദിക്കൂല. കാരണം അവനൊരു ലക്ഷ്യം ഉണ്ടാവില്ല. എന്നാൽ ഒരു ബുദ്ധിയുള്ള ഒരുത്തൻ ചിരിച്ചു കഴിഞ്ഞാൽ നീ എന്തിനാ ചിരിച്ചത് എന്ന് നമ്മൾ ചോദിക്കും. ഓരോ ചെറിയ ചലനത്തിന് പിന്നിൽ ലക്ഷ്യം ഉണ്ടാവും. അപ്പം നമ്മുടെ മൊത്തം ജീവിതത്തിന് ലക്ഷ്യമില്ലാണ്ടിരുന്നാൽ എന്തായിരിക്കും അവസ്ഥ? ഇന്നത്തെ യുക്തിവാദികളൊക്കെ പറയുന്നത് പോലെ, യുക്തിവാദികളല്ല, പിന്നെ വിഡ്ഢിവാദികൾ, അവരൊക്കെ പറയുന്ന പോലെ അതിങ്ങനെ ജനിച്ച് തിന്ന് കുടിച്ച് ജീവിക്കുക, മരിക്കുക, മണ്ണോടടിയ എന്ന് പറയുന്ന പോലെ ഒരു ലക്ഷ്യമില്ലാത്തതാണെങ്കിൽ അത് ഭ്രാന്താണ്, അല്ലേ? അത് യഥാർത്ഥത്തിൽ ബുദ്ധിയുള്ളവർക്ക് യോജിച്ച രീതിയല്ല. അപ്പൊ നമ്മുടെ ജീവിതത്തിന് ഒരു ലക്ഷ്യം ഉണ്ടാകും. ആ ലക്ഷ്യം എന്താണ്? അത് ഇബാദത്താണ്. ആ ലക്ഷ്യമാണ് അള്ളാഹു പറഞ്ഞിട്ടുള്ളത് ഇയ്യാക നഅ്ബുദു. ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. നമ്മുടെ ജീവിതത്തിനുള്ള ലക്ഷ്യമാണ് അള്ളാഹു പറഞ്ഞിട്ടുള്ളത് ഇയ്യാക നഅ്ബുദു, അള്ളാഹു നിന്നെ മാത്രം ഞങ്ങൾ ഇബാദത്ത് ചെയ്യുന്നു എന്ന കാര്യം. ഇനി ഈ ലക്ഷ്യത്തിലേക്ക് നോക്കൂ നിങ്ങൾ, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുക എന്നതാണ് നമ്മുടെ ജീവിത ലക്ഷ്യം. നമ്മൾ ശ്വസിക്കുന്നത്, നമ്മൾ വെള്ളം കുടിക്കുന്നത്, നമ്മൾ ഭക്ഷണം കഴിക്കുന്നത്, നമ്മൾ ഉറങ്ങുന്നത്, നമ്മൾ ഉണരുന്നത്, നമ്മൾ സൂര്യൻ്റെ വെയിൽ കൊള്ളുന്നത്, രാപ്പകലുകളിൽ നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നതിൻ്റെ ലക്ഷ്യം അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുക എന്നതല്ലാതെ മറ്റൊന്നല്ല. കുടുംബത്തെ നോക്കലല്ല, മക്കളെ വളർത്തലല്ല, പൈസ ഉണ്ടാക്കലല്ല, ശമ്പളം കിട്ടലല്ല, എന്താണ് അക്കാഡമിക് ഗ്രോത്ത് അല്ല, അതുപോലെ തന്നെ പ്രൊഫഷണൽ ഗ്രോത്ത് അല്ല, ഒന്നുമല്ല. അതൊക്കെ തീർന്നു പോകുന്നതാണ്. ഒരു രാത്രി ഇരുട്ടി വിളിക്കുമ്പോഴേക്ക് അതൊക്കെ നശിച്ചു പോകുന്നതാണ്. എന്നാൽ നമ്മുടെ യഥാർത്ഥ ലക്ഷ്യം അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുക എന്നതാണ്. അപ്പോൾ ഈ ഇബാദത്ത് ചെയ്യുക എന്ന ലക്ഷ്യത്തിലേക്കുള്ള വഴി, മാർഗം അതെന്താണ്? ഇയ്യാക നസ്തഈൻ. അതാണ് ഇയ്യാക നസ്തഈൻ. അള്ളാഹുവെ, ഈ ലക്ഷ്യത്തിലേക്കുള്ള സഹായം അത് നീ തന്നെയാണ് ഞങ്ങൾക്ക് നൽകേണ്ടത്. കണ്ടോ? ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. നിന്നെ മാത്രം ഇബാദത്ത് ചെയ്യാനുള്ള സഹായം, അത് അള്ളാഹുവിൻ്റെ സഹായം ഇല്ലാതെ ഇതൊന്നും നടക്കില്ല. അള്ളാഹുവിൻ്റെ തൗഫീഖും സഹായവും ഇല്ലാതെ ഇതൊന്നും ഉണ്ടാകില്ല. അതുകൊണ്ട് അള്ളാഹുവിനോട് നമ്മൾ ചോദിക്കാൻ, അള്ളാഹുവേ, നിന്നോട് എന്താണ് ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, അള്ളാഹു ഇതാ ഞാൻ നിന്നോട് എന്ത് ചെയ്യാണ്? മുസ്തഖീമായ വഴിയിലേക്ക് വഴി നടത്താൻ വേണ്ടി ചോദിക്കുകയാണ് എന്ന് പറയാം. അപ്പം ഈ കാര്യമാണ് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്നുള്ളതാണ് സൂറത്തു ഫാത്തിഹയുടെ അടിസ്ഥാന ലക്ഷ്യം, സുപ്രധാനമായിട്ടുള്ള ഭാഗം. അതുകൊണ്ടാണ് അത് ആദ്യം പറഞ്ഞത്. അപ്പോൾ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ മുതൽ നമ്മൾ വിശദമായി പറഞ്ഞിട്ടില്ല. മറിച്ച് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ ആണ് പറഞ്ഞത്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ മൊത്തം ഖുർആനിൻ്റെയും സൂറത്ത് ഫാത്തിഹയുടെയും ലക്ഷ്യം ഈ ആയത്തിൽ ഉൾക്കൊള്ളുന്നത് കൊണ്ടാണ് നമ്മളത് ആദ്യം പറഞ്ഞത്. ഇനി പെട്ടെന്ന് പറഞ്ഞു പോകുകയാണ് ഇൻഷാ അള്ളാ. കാരണം നമ്മൾ ഓൾറെഡി അർത്ഥം പറഞ്ഞതുകൊണ്ടും എളുപ്പത്തിൽ മനസ്സിലാകുന്ന കാര്യങ്ങളായതുകൊണ്ട്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നുള്ളതാണ് ആദ്യത്തെ ആയത്ത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കി അള്ളാഹുവിന് നമ്മൾ നന്ദി പറയണം. അള്ളാഹുവിന് നന്ദി പറയുന്ന സമയത്ത് അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ നമ്മളെ ഓർമ്മയിൽ വരണമല്ലോ. അള്ളാഹു ചെയ്തു തന്ന അനുഗ്രഹങ്ങൾ എന്തൊക്കെയാണ്? അള്ളാഹു ചെയ്തു തന്ന അനുഗ്രഹങ്ങൾ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമുക്ക് ചിലപ്പോൾ ഓർമ്മ വരിക സുബ്ഹാനല്ലാഹ് ദുനിയാവിലെ കാര്യങ്ങളായിരിക്കും. എൻ്റെ മക്കള്, എൻ്റെ ജോലി, എൻ്റെ പണം, എൻ്റെ ബാങ്ക് ബാലൻസ്, എൻ്റെ വീട്, എൻ്റെ കാറ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. എന്നാൽ ശരിക്കും നമുക്ക് ആദ്യം ഓർമ്മ വരേണ്ടത് എന്താണ്? അള്ളാഹു എന്നെ മുസ്ലിമാക്കി, ഇസ്ലാം അള്ളാഹു എനിക്ക് തന്നു, ഖുർആൻ അള്ളാഹു തന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് നൽകി, ഹിദായത്ത് നൽകി, ആഫിയത്ത് നൽകി. ഇതൊക്കെയാണ് വലിയ വലിയ അനുഗ്രഹങ്ങൾ. ഇതാണ് നമുക്ക് ആദ്യം ഓർമ്മ വരേണ്ടത്.
ശരി, അതുപോലെ തന്നെ സമ്പത്തും സന്താനങ്ങളും സ്വത്തും കാര്യങ്ങളൊക്കെ അത് നമ്മുടെ ഈ ദുനിയാവിൽ ജീവിക്കുന്ന അനുഗ്രഹങ്ങൾ, സുരക്ഷിതത്വം, അല്ലെ, യുദ്ധമോ കലാപമോ അക്രമമോ ഒന്നും ഇല്ലാതെ എന്താണ് അമ്നോടുകൂടി നമുക്ക് ജീവിക്കാൻ സാധിക്കുന്നു എന്നുള്ളത്. അപ്പോൾ ഇതൊക്കെ, ഈ അനുഗ്രഹങ്ങളൊക്കെ നമ്മൾ ഓർമ്മിക്കുന്ന സമയത്ത് അൽഹംദുലില്ലാഹ് എന്ന് പറയുന്ന സമയത്ത് ഒരു വിശ്വാസിയുടെ കൽബിൽ, മനസ്സിൽ മുളപൊട്ടി ഉയരുന്നത് അള്ളാഹുവിനോടുള്ള അങ്ങേയറ്റത്തെ സ്നേഹമാണ്. കാരണം നമ്മൾക്ക് അനുഗ്രഹങ്ങൾ, ഉപകാരങ്ങൾ ചെയ്തു തന്നവരോട് നമുക്ക് സ്നേഹമാണ്. അത് മനുഷ്യൻ്റെ പ്രകൃതിയാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഒരാൾക്ക് സ്നേഹം ഉണ്ടാകുക ആരോടാണ്? വല്ലദീന ആമനു അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്. മുഅ്മിനീങ്ങൾ, അവരുടെ ഏറ്റവും കഠിനമായ സ്നേഹം അവർക്ക് അത് അള്ളാഹുവിനോടായിരിക്കും. അപ്പോൾ ഈ സ്നേഹം നമ്മുടെ ഹൃദയത്തിൽ ഉണരുകയാണ്. എന്നിട്ട് നമ്മൾ പറയണം റഹ്മാൻ റഹീം, അള്ളാഹുവിൻ്റെ കാരുണ്യത്തെക്കുറിച്ചാണ് പറയണത് അല്ലേ? ഈ ആയത്തോതുന്ന സമയത്ത് നമ്മുടെ ഹൃദയത്തിൽ വരുന്നത് എന്താണ്? അള്ളാഹുവിലേക്കുള്ള പ്രതീക്ഷയാണ്. നിരാശയില്ലാതെ, ഞാനൊക്കെ നശിച്ചു കഴിഞ്ഞു, ഞാനൊന്നും അള്ളാഹിനോട് പ്രാർത്ഥിച്ചാൽ കിട്ടൂല, അതുകൊണ്ടാണ് ഞാൻ മഖബറയിൽ പോയിട്ട് ഈ പിന്നെന്താണ് ഈ ഖബറിൽ കിടക്കുന്ന മഹാന്റെ ഹക്ക് ജാഹ് ബർക്കത്തുകൊണ്ട് തടണേ എന്ന് പറഞ്ഞിട്ട് അവർ വല്ലതും അള്ളാഹിൻ്റെ അടുത്ത് പോയി പറഞ്ഞാൽ ഞാൻ രക്ഷപ്പെടും, ഞാൻ ഇനി അള്ളാഹിനോട് പ്രാർത്ഥിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല എന്ന രീതിയിലൊക്കെ ആളുകൾ പെരുമാറുന്നത്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലെങ്കിൽ നമ്മളൊക്കെ തകർന്ന് ഇനിയിപ്പോൾ കാര്യമില്ല, ഇനി വല്ല ഉസ്താദും വിചാരിച്ചാലേ രക്ഷയുള്ളൂ എന്നൊക്കെ വിചാരിക്കാം അല്ലേ? ഞാൻ അള്ളാഹിൻ്റെ മുന്നിൽ ഞാനാരാ, ഞാൻ എത്രയോ തെറ്റ് ചെയ്തു, അള്ളാഹിനെ എനിക്ക് പുറത്തു തരൂല എന്നൊക്കെയുള്ള നിരാശ ബാധിക്കുക എന്നുള്ളത് അത് ഫാത്തിഹക്ക് വിരുദ്ധമാണ്. റഹ്മാൻ റഹീമിന് എതിരാണ്. റഹ്മാൻ റഹീം നമ്മൾക്ക് എന്താണ് പഠിപ്പിച്ചു തരുന്നത്? നീ നിന്റെ ഹൃദയത്തിൽ അള്ളാഹുവിൻ്റെ കാരുണ്യത്തെക്കുറിച്ചുള്ള പ്രതീക്ഷ ഉറപ്പിക്കുക. നീ നിരാശനാകാൻ പാടില്ല. നീ അള്ളാഹുവിൽ എപ്പോഴും പ്രത്യാശ വെച്ച് പുലർത്തുക എന്നതാണ്. അപ്പോൾ അള്ളാഹുവിനോടുള്ള സ്നേഹം നമ്മളിലുണ്ടായി, അള്ളാഹുവിലുള്ള പ്രതീക്ഷ ഉണ്ടായി. മൂന്നാമത്തെ ആയത്ത് മാലിക് യൗമിദ്ദീൻ, അന്ത്യനാളിൻ്റെ ഉടമസ്ഥനായ അള്ളാഹു എന്നാണ് പറയുന്നത്. നമ്മുടെ ഹൃദയത്തിൽ എന്താണ് ഉണ്ടാകുക? അള്ളാഹുവിൻ്റെ അധികാരത്തെക്കുറിച്ച്, അള്ളാഹുവിൻ്റെ ശക്തിയെക്കുറിച്ച്, അള്ളാഹു ആഖിറത്തിൽ ഒരുക്കി വെച്ചിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ എന്താ ഉണ്ടാവുക? അൽ ഖൗഫു മിനല്ലാഹ്, അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയം, പേടി അല്ലേ? അള്ളാഹുവിനെ കുറിച്ചുള്ള വലിയ ഭയമാണ് ഉണ്ടാവുക. അപ്പോൾ 3 കാര്യങ്ങൾ വന്നു. എന്താണ്? അള്ളാഹുവിനുള്ള സ്നേഹം വന്നു, പ്രതീക്ഷ വന്നു, ഭയം വന്നു. ഈ 3 കാര്യങ്ങൾ നമ്മളിൽ ഉണ്ടായിത്തീരുകയാണ്. നമ്മുടെ ഹൃദയത്തിൽ സൂറത്ത് ഫാത്തിഹ ഓതുമ്പോൾ ഇറങ്ങി വരികയാണ്. ഈ 3 കാര്യങ്ങളും എന്താണ്? അർക്കാനുൽ ഉബൂദിയ്യത്തിൽ ഖൽബിയ്യ. അതായത് ഒരാൾ തൻ്റെ ഹൃദയം കൊണ്ട് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുകയാണ് എങ്കിൽ, ഹൃദയം കൊണ്ട് ചെയ്യുന്ന ഒരുപാട് ഇബാദത്തുകളുണ്ട് ഇല്ലേ? ആ ഇബാദത്തുകളുടെ റുക്നുകൾ, പില്ലേഴ്സ്, അതിൻ്റെ സ്തംഭങ്ങൾ, അതിൻ്റെ തൂണുകൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ 3 അതേതൊക്കെയാണ്? ഹൃദയം കൊണ്ടൊരാൾ അള്ളാഹുവിന് നൽകുന്ന ഇബാദത്ത്, പേടി, ഭയം, തവക്കുൽ, അതുപോലെ തന്നെ സ്നേഹം, പ്രതീക്ഷ, പ്രാർത്ഥന, ഇതൊക്കെ പ്രാർത്ഥന ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ഉണ്ടല്ലോ. ദിക്ർ ഇല്ലേ? ഇങ്ങനെ ധാരാളം കൽബ് കൊണ്ടുള്ള ഇബാദത്തുണ്ട്. അതിൻ്റെ അടിസ്ഥാനപരമായ 3 അതെന്തൊക്കെയാണ്? സ്നേഹം അൽ മഹബ്ബ, വറജാ പ്രതീക്ഷ, വൽ ഖൗഫ് ഭയം. ഈ 3 ഉൾക്കൊണ്ടിട്ടുള്ള 3 ആയത്തുകളാണ് സൂറത്ത് ഫാത്തിഹയുടെ തുടക്കം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലിക് യൗമിദ്ദീൻ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്നത് ഇതാണ്. അതുപോലെ തന്നെ തൗഹീദിൻ്റെ 3 ഇനങ്ങൾ സൂറത്ത് ഫാത്തിഹയിൽ നമുക്ക് കാണാൻ സാധിക്കും. തൗഹീദിൻ്റെ 3 ഇനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അൽഹംദ് എന്ന് പറയുമ്പോൾ എന്താണ് അതിൽ ഉൾക്കൊണ്ടിട്ടുള്ളത്? അള്ളാഹു സുബ്ഹാനഹു നേരത്തെ നമ്മൾ പറഞ്ഞു, അള്ളാഹുവിന് നന്ദി പറയാന്നുള്ളത് മാത്രമല്ല, പിന്നെയോ ഹംദിൽ വേറൊന്നു കൂടിയുണ്ട്. അള്ളാഹുവിൻ്റെ സമ്പൂർണമായ ഗുണവിശേഷണങ്ങൾ, അള്ളാഹുവിൻ്റെ എന്താണ് ഔന്നത്യം, അവൻ്റെ മഹത്വം, അള്ളാഹുവിൻ്റെ ഗ്രേറ്റ്നെസ്, അത് ആലോചിച്ചിട്ട് നമ്മൾ അള്ളാഹുവിനെ പുകഴ്ത്താണ്, മദ്ഹ് ചെയ്യാണ് അല്ലേ? അതാണ് ഹംദ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അസ്മാ വസിഫാത്ത്, തൗഹീദുൽ അസ്മാ വസിഫാത്ത് എന്തിൽ വന്നു? അൽഹംദുലില്ലാ എന്ന് പറയുമ്പോൾ വന്നു. അള്ളാഹുവിൻ്റെ നാമഗുണവിശേഷണങ്ങളൊക്കെ നമ്മളെ മനസ്സിൽ വന്നു. അള്ളാഹു എത്രയോ മഹാനാണ്, കാരണം അള്ളാഹു അക്ബറാൻ, അള്ളാഹു അലീമാൻ, അള്ളാഹു ഖബീറാൻ, അള്ളാഹു സമീആൻ ബസീറാൻ,
അള്ളാഹു അലിയാൻ, അള്ളാഹു അൽ ജബ്ബാറാൻ, അള്ളാഹു അൽ മുതകബ്ബിറാൻ, അള്ളാഹു അൽ അഅല അൽ മുതആലാൻ, അള്ളാഹു മാലിക്കാൻ, അള്ളാഹു റാസിഖാണ്, ഖാലിഖാണ്, മുദബ്ബിറാൻ. ഇതൊക്കെ ഉള്ള അള്ളാഹുവിൻ്റെ നാമങ്ങൾ അൽഹംദുലില്ലാഹ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ വരികയാണ്. മനസ്സിലായില്ലേ? റബ്ബിൽ ആലമീൻ. അപ്പോൾ അസ്മാ വസിഫാത്ത് വന്നു. തൗഹീദ് മൂന്നിനാണല്ലോ, തൗഹീദുൽ അസ്മാ വസിഫാത്ത്. അള്ളാഹുവിൻ്റെ നാമങ്ങളിൽ അവൻ്റെ ഗുണവിശേഷണങ്ങളിൽ അവനെ ഏകനാക്കുക. രണ്ടാമത്തത് എന്താണ്? റബ്ബ് എന്നതാണ്. സൂറത്ത് ഫാത്തിഹ ആയതുകൊണ്ടാട്ടോ ഞാൻ ഇത്ര കുറച്ച് ദീർഘമായി വിശദീകരിച്ചെടുക്കുന്നത്. കാരണം അതിൻ്റെ പ്രാധാന്യം കൊണ്ട്. ബാക്കിയുള്ള സൂറത്തുകൾ നമ്മൾ ഇൻഷാ അല്ലാഹ് കുറച്ച് വേഗത്തിൽ പോകും. പിന്നെ രണ്ടാമത്തത് എന്താണ്? റുബൂബിയത്താണ്. അതായത് അള്ളാഹു ഒറ്റക്കാണ് എല്ലാം പടച്ച് പരിപാലിച്ച് ഉടമപ്പെടുത്തുന്നത്, അതിൽ അവന് പങ്കുകാരില്ല എന്ന് വിശ്വസിക്കാം. മൂന്നാമത്തേത് ഉബൂദിയത്താണ്, അല്ലെങ്കിൽ അൽ ഉലൂഹിയത്താണ്. അള്ളാഹുവിനെ മാത്രമേ ഇബാദത്ത് ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് മൂന്നാമത്തെ തൗഹീദ്. ഇങ്ങനെ മൂന്നിനങ്ങളും സൂറത്ത് ഫാത്തിഹയുടെ ഈ ആദ്യത്തെ വാക്കുകളിൽ ഉണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇത് തഫ്സീർ ഇമാം ഇബ്നുൽ ഖയ്യിമിൻ്റെ തഫ്സീറിലും അതുപോലെ തന്നെ ഒക്കെ നമുക്ക് ധാരാളം കാണാം. ഇബ്നു അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹിയുടെ തഫ്സീർ സൂറത്ത് ഫാത്തിഹയിൽ കാണാം. അതുപോലെ ധാരാളം ഉലമാക്കളുടെ തഫ്സീറുകളിൽ നമുക്കിത് തന്നെ കാണാൻ സാധിക്കും. ഞാനിത് വായിക്കുന്നത് ഷെയ്ഖ് ഖാലിദ് ഇസ്മായിലിൻ്റെതാണ്. ശരി, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അള്ളാഹുവാണ് റബ്ബ് എന്നുള്ളത് അല്ലേ. അപ്പോൾ റുബൂബിയത്തിലുള്ള തൗഹീദ് അതിൽ വന്നു. റബ്ബുൽ ആലമീൻ, അള്ളാഹുവിൻ്റെ നിഅമത്തുകൾ കൊണ്ട് എന്നെ സൃഷ്ടിച്ച് പരിപാലിച്ച് എനിക്ക് റിസ്ക് നൽകി, എനിക്ക് ഹിദായത്ത് നൽകി എന്നെ പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന റബ്ബ് എന്ന ഓർമ്മ നമ്മളിൽ ഉണ്ടാവാൻ. അപ്പോൾ റുബൂബിയത്ത് അതിൽ വന്നു. ഇനി ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന് നമ്മൾ പറയുമ്പോൾ ഉലൂഹിയത്തിലെ തൗഹീദും വന്നു അല്ലേ. തൗഹീദുൽ ഉലൂഹിയ, അള്ളാഹു നിന്നെ മാത്രം ഇബാദത്ത് ചെയ്യുകയുള്ളൂ എന്ന ഉലൂഹിയത്തിലെ തൗഹീദും അതിൽ കടന്നു വരികയാണ്. ശരി, ഇനി സഹോദരന്മാരെ ഞാൻ പെട്ടെന്ന് അവസാനിപ്പിക്കുകയാണ് ഇൻഷാ അള്ളാഹ്. ഇനി നമ്മൾ മനസ്സിലാക്കുക, ഇപ്പം നമ്മൾ സൂറത്ത് ഫാത്തിഹ ആദ്യത്തെ 3 ആയത്തുകൾ എന്താണ്? ബിസ്മില്ലാഹി റഹ്മാനി റഹീം, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അർറഹ്മാനി റഹീം, മാലിക് യൗമിദ്ദീൻ എന്ന് തുടങ്ങിയിട്ടുള്ള ആയത്തുകൾ. ഇതൊക്കെ നമ്മൾ അള്ളാഹുവിനോട് നേരിട്ട് സംസാരിക്കുന്ന രീതിയിലല്ല ഈ വാചക ഘടനകൾ അല്ലേ. അള്ളാഹുവിനാകുന്നു സർവസ്തുതിയും, അള്ളാഹു റഹ്മാനും റഹീമുമാണ്. നമ്മൾ അള്ളാഹിനോട് നേരിട്ട് സംസാരിക്കുന്ന രീതിയിലല്ല, മറിച്ച് അള്ളാഹുവിനെ നമ്മൾ പുകഴ്ത്തി പറയുന്നു, അള്ളാഹുവിൻ്റെ മദ്ഹ് പറയുന്നു, അള്ളാഹുവിൻ്റെ ഗുണവിശേഷണങ്ങളൊക്കെ പറയുന്നു. പക്ഷെ 5-ാമത്തെ ആയത്തെത്തുമ്പോൾ മാലിക് യൗമിദ്ദീനും കഴിഞ്ഞ് 5-ാമത്തെ ആയത്തെത്തുമ്പോൾ നമ്മൾ എന്താണ് പറയുന്നത്? ഇയ്യാക അൻത, അള്ളാഹുവെ നിന്നെ മാത്രം ഞാൻ ഇബാദത്ത് ചെയ്യുന്നു. ഇപ്പം നമ്മുടെ മനസ്സ് അള്ളാഹുവിനോട് നേരിട്ട് നമ്മൾ സംസാരിക്കുന്ന രീതിയിലേക്ക് നമ്മൾ കടക്കാൻ. അതായത് അള്ളാഹു നമ്മുടെ മുന്നിൽ ഉള്ളതുപോലെ, അൻ തഅ്ബുദല്ലാഹ കഅന്നക തറാഹ്, നീ അള്ളാഹുവിനെ നേരിട്ട് കാണുന്നത് പോലെ ഇബാദത്ത് ചെയ്യണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ ഇഹ്സാനിനെ കുറിച്ച്. അപ്പൊ ആ ഒരു ഘട്ടത്തിലേക്ക് നമ്മൾ കടക്കാൻ. സുബ്ഹാനല്ലാഹ്, ഇയ്യാക നഅ്ബുദു, അള്ളാഹുവെ നിന്നെ മാത്രം ഞാൻ ഇബാദത്ത് ചെയ്യുകയാണ്. നേരിട്ട് അള്ളാഹുവിനോട് നമ്മൾ സംസാരിക്കാൻ. ഇബാദത്തിന്റെ ഘട്ടം വരുമ്പോൾ അള്ളാഹു നിന്റെ മുന്നിൽ ഉള്ളതുപോലെ, അള്ളാഹു നിന്നെ കാണുന്നത് പോലെ, അള്ളാഹു നമ്മളെപ്പോഴും കാണുന്നുണ്ട്, നീ അള്ളാഹുവിനെ നേരിട്ട് കാണുന്നത് പോലെ ഇബാദത്ത് ചെയ്യണം എന്നതിലേക്കുള്ള സൂചനയാണത്. നിന്റെ ഇബാദത്ത് നീ അള്ളാഹുവിന് മാത്രമാക്കണം. നീ അള്ളാഹുവിനെ നേരിട്ട് കാണുന്നത് പോലെയാണ് നീ പിന്നെ ഇബാദത്ത് ചെയ്യേണ്ടത് എന്ന സൂചനയാണ് ഇയ്യാക നഅ്ബുദു എന്നതിൽ ഉള്ളത്. ഇനി ഇയ്യാക വ ഇയ്യാക നസ്തഈൻ എന്ന് നമ്മൾ പറയാം അല്ലേ. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, അള്ളാഹുവേ നിന്നോട് ഞങ്ങൾ എന്ത് ചെയ്യാണ്? സഹായം തേടാൻ. അതും അള്ളാഹിനോട് നേരിട്ട് പിന്നെ അള്ളാഹുവിനോട് സംസാരിക്കാൻ. കണ്ടോ? ശരി, അപ്പോൾ ഈ ഇബാദത്ത് അള്ളാഹുവിന് നേരിട്ട് കൊടുക്കേണ്ട കാര്യമാണ്. ഇനി ഈ സഹായത്തേട്ടവും അതുപോലെ തന്നെ ഇബാദത്തും ഒക്കെ അള്ളാഹു അല്ലാത്ത ഒരു മഖ്ലൂഖിനും നമ്മൾ കൊടുക്കാൻ പാടില്ല. മനസ്സിലായില്ലേ? അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അന്നൽ മസാജിദ ലില്ലാഹി ഫലാ തദ്ഉ മഅല്ലാഹി അഹദ. മസ്ജിദുകൾ അള്ളാഹുവിൻ്റെത് മാത്രമാണ് അല്ലേ.
മസ്ജിദുകൾ അള്ളാന്റെ മാത്രമാണ്. ഫലാ തദ്ഉ മഅ അല്ലാഹി അഹദ, അതുകൊണ്ട് അള്ളാഹുവിന്റെ കൂടെ നിങ്ങൾ മറ്റൊരാളെയും വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടില്ല. അമ്മൻ യുജീബുൽ മുൽത്തറ ഇദാ ദഅാഹ് വയക്ഷിഫു സൂ, പ്രയാസത്തിലകപ്പെട്ടവന് അവന്റെ പ്രയാസം അകറ്റി ദുആഇന് ഉത്തരം നൽകാൻ അള്ളാഹു അല്ലാതെ മറ്റാരുണ്ട്? അപ്പോൾ ഒരു പ്രയാസത്തിൽ പെടുമ്പോൾ നമ്മൾ ആരെയാണ് വിളിക്കേണ്ടത്? അള്ളാഹുവിനെയാണ്. അള്ളാഹുവിനെ അല്ലാതെ മറ്റൊരു പടപ്പിനെയും വിളിക്കാൻ പാടില്ല. ഇയ്യാക നസ്തഈൻ, അള്ളാഹു നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു എന്ന പ്രഖ്യാപനം കൊണ്ട് അതാണ് അർത്ഥമാക്കുന്നത്. ശരി. ഇനി അതുപോലെ തന്നെ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് മാലിന്യങ്ങൾ നീങ്ങിപ്പോകേണ്ടതുണ്ട്. എന്തൊക്കെ മാലിന്യങ്ങളാണ് നീങ്ങിപ്പോകുന്നത്? ഇയ്യാക നഅ്ബുദു എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ശിർക്ക് നീങ്ങിപ്പോകണം. അള്ളാഹു അല്ലാത്ത ഒരാളെയും ഇബാദത്ത് ചെയ്യുകയില്ല എന്ന് ഉറപ്പ് വരണം. ആളുകളെ കാണിക്കുന്ന റിയാ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് പോകണം. കാരണം എൻ്റെ ഇബാദത്ത്, എൻ്റെ നിസ്കാരം അള്ളാഹ്ക്ക് മാത്രമാണ്, അത് വേറൊരാളെയും കാണിക്കാനല്ല. അപ്പോൾ റിയാഇൻ്റെയും ഷിർക്കിൻ്റെയും കറകൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് പോകേണ്ടതുണ്ട്. അതുപോലെ തന്നെ ദുനിയാവിൻ്റെ ഷഹവത്തുകൾ, ദുനിയാവിലെ ഹറാമുകൾ, തോന്നിവാസങ്ങൾ, വൃത്തികേടുകൾ, മ്ലേച്ഛതകൾ, അതൊക്കെ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഇയ്യാക നഅ്ബുദു എന്ന് പറയുമ്പോൾ നീങ്ങിപ്പോകേണ്ടതുണ്ട്. എന്തുകൊണ്ടാണ്? ഞാൻ അള്ളാഹുവിൻ്റെ അടിമയാണ്, ഞാൻ ദുനിയാവിൻ്റെ അടിമയല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലേ, തഈസ അബ്ദുദ്ദീനാർ തഈസ അബ്ദുദ്ദിർഹം, ദീനാറിൻ്റെയും ദിർഹമിൻ്റെയും അടിമ അവൻ നശിക്കട്ടെ എന്ന് പറഞ്ഞല്ലേ. എന്താ ദീനാറിൻ്റെയും ദിർഹമിൻ്റെ അടിമ എന്ന് പറഞ്ഞാൽ? അവൻ ജീവിക്കുന്ന തന്നെ ദുനിയാവിലെ സുഖങ്ങൾക്ക് വേണ്ടിയാണ്. ദുനിയാവിൻ്റെ സുഖത്തിന് വേണ്ടിയല്ലേ ആളുകൾ ഹറാമ് ചെയ്യുന്നത്, അല്ലേ? സുബ്ഹാനല്ലാഹ്. അപ്പോൾ ഹറാം അവൻ്റെ ജീവിതത്തിൽ നിന്ന് ഇയ്യാക നഅ്ബുദു എന്ന് പറയുമ്പോൾ തന്നെ ഒരാൾ ദീനിലേക്ക് മുഴുവനും പ്രവേശിച്ചു കഴിഞ്ഞു, ദീനം മുഴുവനും അതിൽ ഉൾക്കൊണ്ട് കഴിഞ്ഞു. മനസ്സിലായില്ലേ? അതുപോലെ തന്നെ ഇയ്യാക നസ്തഈൻ എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ നിന്ന് ഹൃദയത്തിൽ നിന്ന് അഹങ്കാരം, അതുപോലെ തന്നെ സ്വന്തത്തെക്കുറിച്ചുള്ള ഒരു അത്ഭുതം കുറൽ, ഞാൻ നല്ലോനാ, ഞാനൊക്കെ ഭയങ്കര ഉഷാറാ എന്നൊക്കെ ഉള്ളൊരു തോന്നൽ, അതൊക്കെ പോകണം. അള്ളാഹിൻ്റെ സഹായമില്ലാതെ ഒന്നും നടക്കൂല. അള്ളാഹിൻ്റെ സഹായം ഉള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ ദീനനുസരിച്ച് ജീവിക്കുന്നത്, അള്ളാഹിൻ്റെ സഹായം ഉള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ജീവിക്കുന്നത് എന്ന ബോധ്യം ഉണ്ടാകുമ്പോൾ വിനയം, അങ്ങേയറ്റത്തെ വിനയവും താഴ്മയും ഒരാളുടെ മനസ്സിൽ ഉണ്ടാകാൻ അവൻ്റെ മനസ്സിൽ നിന്ന് അഹങ്കാരം നീങ്ങിപ്പോവുകയാണ്. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. അല്ലാഹു അക്ബർ. അപ്പോൾ ഇതാണ് സഹോദരന്മാരെ, വിശ്വാസികളെ, സൂറത്ത് ഫാത്തിഹയിലെ ഈ ഭാഗങ്ങളിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതാണ് നമ്മൾ ആവർത്തിച്ച് പാരായണം ചെയ്യുന്നത്, ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. എങ്ങനെ പറഞ്ഞ ശേഷം നമ്മൾ അള്ളാഹിനോട് ചോദിക്കുകയാണെന്ത്? ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, അള്ളാഹുവേ ശരിയായ മാർഗത്തിലേക്ക് ഞങ്ങളെ ചേർക്കണേ. എന്താ ശരിയായ മാർഗം എന്ന് പറഞ്ഞാൽ? സിറാത്ത് മുസ്തഖീം എന്ന് പറഞ്ഞാൽ എന്താണ്? അള്ളാഹു പറഞ്ഞു സൂറത്ത് യാസീനിലില്ലേ, വഅനി അബ്ദൂനി ഹാദാ സിറാത്തും മുസ്തഖീം, അതാണ് സിറാത്ത് മുസ്തഖീം. വഅനി അബ്ദൂനി, നിങ്ങൾ അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യുക, നിങ്ങൾ എന്നെ മാത്രം ഇബാദത്ത് ചെയ്യുക. ഹാദാ സിറാത്തും മുസ്തഖീം, ഇതാകുന്നു സിറാത്തും മുസ്തഖീം. അപ്പോൾ അള്ളാഹിനെ മാത്രം ഇബാദത്ത് ചെയ്ത് അവന് കീഴൊതുങ്ങി ജീവിക്കുക എന്നുള്ളതാണ് അസ്സിറാത്ത് അൽ മുസ്തഖീം. ആ ഒരു മാർഗത്തിലേക്ക്, ലക്ഷ്യത്തിലേക്ക് പോകാൻ കണ്ടോ. അപ്പോൾ ഈ നോക്കൂ നിങ്ങൾ, നമ്മൾ സൂറത്ത് ഫാത്തിഹന്റെ ലക്ഷ്യം എന്താ പറഞ്ഞത്? അള്ളാഹ്ക്ക് മാത്രം ഇബാദത്ത് ചെയ്യാം. അപ്പോൾ ഈ സൂറത്തിലെ ഓരോ ആയത്തും ഏതിലേക്കാണ് സൂചിപ്പിക്കുന്നത്? അള്ളാഹ്ക്ക് മാത്രം ഇബാദത്ത് ചെയ്യുന്നതിലേക്ക്, ഇല്ലേ? സിറാത്ത് മുസ്തഖീമിലേക്ക് ചേർക്കണം എന്ന് പറയുമ്പോഴും എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അള്ളാഹിനെ മാത്രം ഇബാദത്ത് ചെയ്യുന്ന മാർഗത്തിലേക്ക് ചേർക്കണേ എന്നതാണ്. മനസ്സിലായില്ലേ? ശരി. മാത്രമല്ല, ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്നുള്ളത് ദുആ ആണ്. ദുആ അള്ളാഹുവിനുള്ള ഇബാദത്താണ്. അദ്ദുആഉ ഹുവൽ ഇബാദ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പ്രാർത്ഥന അത് ഇബാദത്താണ്. അപ്പോൾ ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്ന് നമ്മൾ അള്ളാഹുവിനോട് എന്ത് ചെയ്യാണ്? ദുആ ചെയ്യുകയാണ്. ഒരു അടിമയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൽ ഓരോ നിമിഷത്തിലും അവൻ അള്ളാഹുവിൻ്റെ ഹിദായത്ത് ആവശ്യമാണ്. എല്ലാ കാര്യത്തിലും അള്ളാഹുവിൻ്റെ ഹിദായത്ത് അനുസരിച്ച് മാത്രമേ അവന് പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. അത് എവിടെ ആയാലും, ദുനിയാവിൻ്റെ കച്ചവടത്തിലായാലും, ജോലിയിലായാലും, കുടുംബത്തിലായാലും, ഭാര്യാഭർത്തൃ ബന്ധത്തിലായാലും ഒക്കെ ദീന അനുസരിച്ച് അള്ളാഹു നൽകിയ വെളിച്ചം, ഹിദായത്തിൻ്റെ വഴി അനുസരിച്ച് അല്ലാതെ ഒരു മനുഷ്യന് ചലിക്കാൻ സാധിക്കുകയില്ല. ഒരു മുഅ്മിനിന്
സാധിക്കുകയില്ല. അങ്ങനെയാണ് ഒരു മുഅ്മിൻ ചലിക്കേണ്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ശരി, ഇനി സിറാത്തല്ലദീന അൻഅംത അലൈഹിം, അങ്ങനെ കുറേ ഭാഗം ഇൻഷാ അല്ലാഹ്. സിറാത്തല്ലദീന അൻഅംത അലൈഹിം, അല്ലാഹുവേ നീ അനുഗ്രഹിച്ചവരുടെ മാർഗത്തിൽ ചേർക്കണേ എന്ന് നമ്മൾ തേടാൻ. ഇങ്ങനെ തേടുന്ന സമയത്ത് നമ്മൾക്ക് വ്യക്തമാകുന്ന ഒരു കാര്യമുണ്ട്. എന്ത്? അള്ളാഹു അനുഗ്രഹിച്ചവരാടാൻ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ മാർഗം, സ്വഹാബത്തിൻ്റെ മാർഗം, അത് അനുസരിച്ച് ആര് ജീവിച്ചോ അവരാണ് സിറാത്തുൽ മുസ്തഖീമിലുള്ളത്. മനസ്സിലായില്ലേ? ആരാണോ പുതിയതായിട്ട് വല്ലതും ഉണ്ടാക്കുന്നത് അവൻ ഹിദായത്തിൽ നിന്ന് തെറ്റിപ്പോയി. ദീനിൽ സ്വഹാബത്ത് എന്താണോ പഠിപ്പിച്ചത് അതാണ് ദീന്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണോ കാണിച്ചു തന്നത് അതാണ് ദീന്. അതല്ലാത്ത പുതിയതൊരുത്തൻ ഉണ്ടാക്കിയാൽ അവന് ഹിദായത്തിൽ നിന്ന് തെറ്റിപ്പോയി എന്നത് സൂറത്ത് ഫാത്തിഹയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഗൈറിൽ മഗ്ദൂബി അലൈഹിം. അപ്പോൾ ഈ ഹിദായത്തിന്റെ മാർഗത്ത് നിന്ന് തെറ്റിപ്പോയ വലിയ രണ്ട് വിഭാഗം ആളുകൾ. ഒന്ന് ജൂതന്മാർ. എന്തുകൊണ്ടാണ് അവർ തെറ്റിപ്പോയത്? അവർ ഹിദായത്തിനെ കുറിച്ച് പഠിച്ചു, മനസ്സിലാക്കി, അവർക്ക് ഇൽമുണ്ട്, പക്ഷെ അവരതനുസരിച്ച് പ്രവർത്തിച്ചില്ല. പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കാത്തത് കൊണ്ട് യഹൂദികൾ തെറ്റിപ്പോയി. വലദ്ദാലീൻ, വഴിപിഴച്ച ആളുകൾ, നസ്രാനികൾ, അവരെന്തുകൊണ്ടാണ് തെറ്റിപ്പോയത്? അവര് തോന്നിയതുപോലെ പ്രവർത്തിച്ചു. അവർ കൃത്യമായി പഠിച്ചില്ല. അവർക്ക് തോന്നി ഇത് ശരിയാണ്, ഇത് നല്ലൊരു കാര്യമാണ്, അവരതനുസരിച്ച് ജീവിച്ചു. പക്ഷെ അത് നല്ലതായിരുന്നില്ല. അള്ളാഹുവിന് ഇഷ്ടമുള്ളത് എന്ത് എന്നവർ കൃത്യമായി ദീനനുസരിച്ച് പഠിച്ചില്ല, വേദഗ്രന്ഥത്തിൽ നിന്ന് പഠിച്ചില്ല. അവർ ഊഹത്തിന്റെ അടിസ്ഥാനത്തിൽ ഓരോ ആരാധനാ കർമ്മങ്ങൾ, ഓരോ ആഘോഷങ്ങൾ ഓരോന്നുണ്ടാക്കി കൊണ്ടുവന്നു. അതനുസരിച്ച് അവർ ജീവിച്ചു, അവർ പഴച്ചുപോയി. മറ്റേ വിഭാഗം പഠിച്ച് മനസ്സിലാക്കിയിട്ട് അതനുസരിച്ച് ജീവിച്ചില്ല. അങ്ങനെ അള്ളാഹുവിൻ്റെ കോപത്തിനിരയായി. ഈ രണ്ട് പിഴവും നമ്മൾക്കുണ്ടാകാൻ പാടില്ല. ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ എന്ന് നമ്മൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിക്കുകയാണ്. ഇതാണ് പ്രിയമുള്ളവരെ സൂറത്തു ഫാത്തിഹയെക്കുറിച്ച് നമ്മൾ ചുരുക്കി മനസ്സിലാക്കാനുള്ള കാര്യങ്ങൾ, ചിന്തകൾ, ആലോചനകൾ. ഇൻഷാ അള്ളാഹ് പറഞ്ഞതുപോലെ ഒരുപാട് സമയം ആമുഖം കൂടി പറഞ്ഞപ്പോൾ സമയം ഒരുപാട് നീണ്ടതുകൊണ്ട് ഇൻഷാ അള്ളാഹ് അൽ ബഖറ നമ്മൾ നാളെ എടുക്കാൻ വേണ്ടി നീട്ടിവെക്കുകയാണ്. ഇൻഷാ അള്ളാഹ്. ബാറക്കല്ലാഹു ഫീക്കും. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സുബ്ഹാനക അല്ലാഹുമ്മ റബ്ബനാ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.